Hi, hello. Teaching and learning എന്ന പേപ്പറിൽ ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ് മി വെൽക്കം യു ഓൾ ടു ദ യൂണിറ്റ്. അപ്പം നമ്മൾ ഇനി ടീച്ചിങ്ങിനെ ഒരു പ്രൊഫഷനുമായി കണക്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ടീച്ചിങ്ങിനെ പ്രൊഫഷൻ ആക്കാൻ പോവാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് നമ്മളൊരു പ്രൊഫഷൻ എപ്പോഴാണ് എങ്ങനെയാണ് ആവുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചെറിയൊരു ഡിസ്കഷൻ ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് തോന്നുന്നു. ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ യൂണിറ്റ് 5 ആണ്, 5ാമത്തെ യൂണിറ്റ് ആണ് ഈ ഒരു പേപ്പറിൽ. സ്ലൈഡ് കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇതിൽ ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ള ഒരു ടോപ്പിക് ആണ് പറയാൻ പോണതെങ്കിലും ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടീച്ചിങ് മുതലാണ്. ഓക്കെ, ടീച്ചിങ് മുതൽ ടീച്ചിങ്ങിൽ വേണ്ട കുറേ അധികം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എഡ്യൂക്കേഷണൽ പോളിസികൾ, ഒരു 2-3 പോളിസികളെ കുറിച്ചൊക്കെ ഇതിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, എങ്കിലും ഇതിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ് ഫസ്റ്റ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഓൾറെഡി നമ്മൾ ഈ ഒരു പേപ്പറിൽ കുറേ പ്രാവശ്യം കണ്ടതാ. ഇവിടെ ബിഒ സ്മിത്ത് പറഞ്ഞൊരു ഡെഫിനിഷൻ, എ സിസ്റ്റം ഓഫ് ആക്ഷൻസ് ഇന്റൻഡഡ് ടു പ്രൊഡ്യൂസ് ലേണിംഗ്. കുട്ടികൾക്ക് ലേണിംഗ് നടത്താൻ വേണ്ടി ഒരു ടീച്ചർ നടത്തുന്ന സിസ്റ്റം ഓഫ് ആക്ഷൻസ് ആണ് ടീച്ചിങ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഒരു സിമ്പിൾ ഡെഫിനിഷൻ. ക്ലാർക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടീച്ചിങ് ആസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിസൈൻഡ് ആൻഡ് പെർഫോംഡ് ടു പ്രൊഡ്യൂസ് ചേഞ്ച് ഇൻ സ്റ്റുഡൻസ് ബിഹേവിയർ. കുട്ടിന്റെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ടീച്ചർ നടത്തുന്ന ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും അതൊക്കെ ടീച്ചിങ് ആണ്. അത് ഡിസൈൻ ചെയ്ത് പെർഫോം ചെയ്ത് കുട്ടിയുടെ ബിഹേവിയറിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ആക്ച്വലി ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആയിട്ട് വരുന്നത്. ഇവിടെ അതുപോലെ HC മോറിസന്റെ ഒരു ഡെഫിനിഷൻ നോക്കൂ. ടീച്ചിങ് ഈസ് ആൻ ഇന്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ എ മോർ മെച്യൂർ പേഴ്സണാലിറ്റി ആൻഡ് എ ലെസ് മെച്യൂർ വൺ, വിച്ച് ഈസ് ഡിസൈൻ ടു ഫർദർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ലാറ്റർ. അപ്പം ഈ ഡെഫിനിഷനൊക്കെ നമ്മൾ കണ്ടതാണ്. മോർ മെച്യൂർഡ് പേഴ്സൺ എന്ത് ചെയ്യാണ്, ലെസ് മെച്യൂർഡ് പേഴ്സണ് ഒരു അവരുടെ ഒരു എന്താ പറയുക ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു കോണ്ടാക്ട് ആണ്. ലെസ് മെച്യൂർഡ് പേഴ്സൺ അവരേക്ക് കുറച്ച് ലേണിംഗ് നോളജ് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്നാണ് HC മോറിസൺ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ പഠിച്ചതാണ് ആക്ച്വലി. ദെൻ നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ആണ്. അപ്പം ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ വന്നതാണ്. ടീച്ചിങ് ഇസ് എ കോംപ്ലക്സ് സോഷ്യൽ പ്രോസസ്. ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്, ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇപ്പോൾ ലാംഗ്വേജ് ടീച്ചറൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ബുക്കിലുള്ള സ്റ്റോറി കുട്ടികൾക്കൊന്ന് വായിച്ച് പറഞ്ഞു കൊടുത്താൽ മതി, ടീച്ചിങ് ആയി എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. സോ ടീച്ചിങ് എന്നുള്ളൊരു സോഷ്യൽ പ്രോസസ് ആണ്, ഒരു സയന്റിഫിക് പ്രോസസ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് എൻ ആർട്ട് ആസ് വെൽ ആസ് എ സയൻസ്. ശാസ്ത്രത്തെ പോലെ ടീച്ചിങ് എന്ന് വെച്ചാൽ ആർട്ടാണ്. അഥവാ സയന്റിഫിക് ആയ കുറെ സ്റ്റെപ്പുകളും സയന്റിഫിക് മെത്തേഡ്സും എല്ലാം നിറഞ്ഞ ഒന്നാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വൈ ടീച്ചിങ് ഈസ് എ പ്രൊഫഷണൽ ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ ടീച്ചിങ് ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റിയാണ്. കാരണം അതിന് കൃത്യമായ സയന്റിഫിക് മെത്തേഡ്സ് ഉണ്ട്, സയന്റിഫിക് റൂൾസ് ഉണ്ട്, അതിന് നോംസ് ആൻഡ് റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ദെൻ മോറൽ സൈഡ് അങ്ങനെ ഉണ്ട്, എത്തിക്സ് ഉണ്ട്, എല്ലാം ഉള്ളതാണ് ആക്ച്വലി ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ടീച്ചിങ് ഈസ് ആൻ ഔട്ട്പുട്ട് എമിനേറ്റിംഗ് ഫ്രം എ ടീച്ചർ ആക്ടിവിറ്റീസ്. അപ്പോൾ ടീച്ചറിൽ നിന്ന് കുട്ടിയിലേക്ക് എത്തുന്ന ഒരു ഔട്ട്പുട്ട് പ്രോസസ് ആണ് ആക്ച്വലി ടീച്ചിങ് എന്ന് പറയുന്നത്. അവിടെ ഒരു ടീച്ചർ ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യും. ദാറ്റ് ആക്ടിവിറ്റീസ് വിൽ ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു ലേൺ എമേർജ് ഫ്രം ദ ടീച്ചർ. ആ ടീച്ചറിൽ നിന്ന് വരുന്ന അത്തരം ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് അതിൽ നിന്ന് ഒരുപാട് പഠിച്ചെടുക്കാനുണ്ട് എന്നുള്ളതാണ്. സോ ടീച്ചറിന്റെ ഒരു എഫേർട്ടിന്റെ ഔട്ട്കം ആണ് ടീച്ചിങ് എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റിൽ പറയുന്നത്. അപ്പം ടീച്ചറെ സംബന്ധിച്ച് എന്തുണ്ട്, ഹി ഹാസ് ടു ടേക്ക് എഫേർട്സ്. സോ ദ ഔട്ട്കം ദാറ്റ് വുഡ് ബി യൂസ്ഫുൾ ഫോർ ദ സ്റ്റുഡൻസ് ഫോർ ലേണിംഗ്. അപ്പം ടീച്ചിങ് എന്ത്, അതിന്റെ നാച്ചർ എന്ത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒരു കോംപ്ലക്സ് സോഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞു, ആർട്ടാണെന്ന് പറഞ്ഞു, പ്രൊഫഷണൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ടീച്ചറുടെ ആക്ടിവിറ്റീസിന്റെ ഒരു ഔട്ട്പുട്ട് ആണെന്ന് പറഞ്ഞു.
ദെൻ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് ടീച്ചേഴ്സ് ക്ലാസ് റൂം ആക്ഷൻ. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ഓർഗനൈസ് ചെയ്ത് ഒരുപാട് ആക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടീച്ചർ ലേണിംഗ് ആക്ടിവിറ്റീസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രസന്റേഷൻ ഓഫ് ദ സബ്ജക്ട് കോണ്ടന്റ് ആൻഡ് സ്റ്റുഡന്റ് ബിഹേവിയർ. നമുക്ക് കൃത്യമായ ഒരു സബ്ജക്ട് പഠിപ്പിക്കാനുണ്ടാവും. ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്ത് അത് കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ ടീച്ചിങ് ഈസ് അമേനബിൾ ഫോർ സയന്റിഫിക് ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സയന്റിഫിക് പ്രോസസ് ആണെന്നുള്ളത്. അത് നമുക്ക് അത് ഒബ്സർവബിൾ ആണ്, മെഷറബിൾ ആണ്. ഓക്കെ, സോ ടീച്ചേഴ്സ് ആക്ടിവിറ്റീസ് ആർ ഓൾസോ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ. അവിടെ ഒരു സ്റ്റുഡൻസ് ഇന്ററാക്ഷൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ ക്വാളിറ്റി ജഡ്ജ്മെന്റ് ഉണ്ടാകും, ദാറ്റ് മീൻസ് അസസ്മെന്റ് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് സയന്റിഫിക് ആയ മെത്തേഡ്സ് നിറഞ്ഞ ഒന്നാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതിലാണ് നാച്ചുറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് എന്നുള്ള ഈ ഒരു ഭാഗം വരുന്നത്. അതിന്റെ ആ ഒരു പോയിന്റ്സ് വീണ്ടും വീണ്ടും തുടരുകയാണ്. സോ ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓക്യുപ്പൈ എ പ്രൈമറി പ്ലേസ്. ടീച്ചറുടെ ഒരു ലാംഗ്വേജ്, ടീച്ചറുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, അത് ഒരു ലേണറെ സംബന്ധിച്ച് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് കുട്ടിക്ക് ക്ലാസ് റൂമിൽ ട്രാൻസാക്ട് ചെയ്ത് കൊടുക്കുന്നതും അത് ടീച്ചർ ഭയങ്കര ലാംഗ്വേജ് ഫ്ലുവൻസോട് കൂടി കുട്ടിയിലേക്ക് ട്രാൻസാക്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ടീച്ചിങ്ങിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ടീച്ചിങ്ങിന്റെ ഒരു നാച്ചുറാണ്. സോ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ടീച്ചിങ് ഈസ് ആൻ ഇന്ററാക്റ്റീവ് പ്രോസസ്. ഒരു കുട്ടിയും ടീച്ചറും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, അതാണ് ആക്ച്വലി ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരുപാട് പ്രീ പ്ലാൻഡ് ആയി നമ്മൾ എന്തോ കുറെ നോളജ് കുട്ടിയുടെ തലയിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ കോരി കൊടുക്കുക അല്ലെങ്കിൽ ചാർത്തി കൊടുക്കുക, അതല്ല ആക്ച്വലി ഇന്നത്തെ ഒരു ടീച്ചിങ്ങിന്റെ ഡെഫിനേഷൻ. ഇന്ന് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ ആണ്, ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ ആണ് ആക്ച്വലി ടീച്ചിങ് എന്ന് പറയുന്നത്. സോ അവിടെ ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉണ്ടാകും, ഒരു കോമൺ ഗോൾ ടു ബി അച്ചീവ്ഡ്. കുട്ടികൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു കോമൺ ഗോൾ ഉണ്ടാവും. അതിന് നമ്മൾ ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്നൊക്കെയാണ് പറയാ. അതൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ടീച്ചിങ് ഹാസ് ഡിഫറെന്റ് ഫോംസ് ആൻഡ് സ്റ്റൈൽസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ടീച്ചിങ് സ്ട്രാറ്റജീസ് ഓർ ടീച്ചിങ് മെത്തേഡ്സ് അത് ഡിഫറെന്റ് ആണ്. ഓരോ സബ്ജക്റ്റിലും ഡിഫറൻസ് ഉണ്ട്. ഓരോ ടീച്ചർക്ക് അനുസരിച്ച് അതിന്റെ മെത്തേഡ്സിൽ അല്ലെങ്കിൽ സ്ട്രാറ്റജികളിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. കോമൺ ആയിട്ട് ടീച്ചറുടെ അതിന് സ്ട്രാറ്റജീസ്, മെത്തേഡ്സ്, ടെക്നിക്ക് എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടാറുണ്ട്. ഓക്കെ, ആൻഡ് ടീച്ചിങ് മേ ബി കോൾഡ് ആസ് തെറപ്പി ഫോർ ലേണേഴ്സ്. കുട്ടികൾക്കുള്ള ഒരു ലേണിംഗ് തെറപ്പിയാണ് ടീച്ചിങ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ടീച്ചിങ് മേ ഓൾസോ ബി ടേക്കൺ ആസ് ഗൈഡൻസ് ഫോർ ലേണിംഗ്. ടീച്ചിങ്ങിനെ ലേണിംഗിലേക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ടാണ് മറ്റൊരു പോയിന്റിൽ നമ്മളോട് പറയുന്നത്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു നോളജ് ഷെയറിംഗ് അല്ല. അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് മെത്തേഡ്സ് അല്ലെങ്കിൽ ഒരുപാട് സയന്റിഫിക് വേസ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ് ആക്ച്വലി ടീച്ചിങ്ങിന്റെ മറ്റൊരു വശം. സോ ടീച്ചിങ് മേ ബി കോൾഡ് ആസ് തെറപ്പി ഫോർ ലേണേഴ്സ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ദെൻ ടീച്ചിങ് ഇൻക്ലൂഡ് 3 types ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത്: ടെല്ലിംഗ് ആൻഡ് ലിസണിങ്, ഷോയിങ് ഓർ ഡിസ്പ്ലേയിങ് ആൻഡ് ഡെമോൺസ്ട്രേറ്റിംഗ് ഓർ ഡൂയിങ്. സോ ടീച്ചിങ്ങിൽ വ്യത്യസ്തമായ എന്തുണ്ട്? പ്രോഗ്രാംസ് ഉണ്ട്, ടെല്ലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ലിസണിങ് ഉണ്ട്. ഒന്നുകിൽ ടീച്ചർ സംസാരിക്കും, അല്ലെങ്കിൽ ടീച്ചർ കേൾക്കും, അല്ലെങ്കിൽ ടീച്ചർ ഡിസ്പ്ലേ ചെയ്യും, അല്ലെങ്കിൽ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ ടീച്ചർ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ടീച്ചിങ്ങിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദെൻ ടീച്ചിങ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ടീച്ചിങ്ങിന്റെ ഒരു എസെൻഷ്യൽ ഫാക്ടറാണ്, ബോത്ത് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ആർക്കാണെങ്കിലും ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു ലൈറ്റാണ്, ഒരു കാൻഡിലാണ് എന്നൊക്കെ പറയാം അല്ലേ. നമ്മളിപ്പോ ടീച്ചേഴ്സിന് ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്, സ്റ്റുഡൻസിന് ഫീഡ്ബാക്ക് എപ്പോഴും കിട്ടാറുണ്ട്. സോ അതൊക്കെ ഒരു ലേണിംഗ് സ്റ്റെപ്പുകളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പുകളാണെന്നൊക്കെ നമുക്ക് പറയാം. ടീച്ചിങ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ടാസ്ക് കംപ്രൈസിങ് ഡിഫറെന്റ് ടീച്ചിങ് സ്കിൽസ്. ടീച്ചിങ്ങിന് ഒരുപാട് സ്കിൽസുകൾ 8 മൈക്രോ സ്കില്ലുകൾ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചു. സോ അത്തരം സ്കില്ലുകളൊക്കെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു ഹോളിസ്റ്റിക് സ്കില്ലാണ് ആക്ച്വലി ടീച്ചിങ് എന്ന് പറഞ്ഞാൽ.
അപ്പം കേവലം ഒരു ക്ലാസ് റൂമിൽ എന്തെങ്കിലും പോയി ചെയ്യുക എന്നതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്, ടീച്ചിങ്ങിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ ഉണ്ട് എന്നാണ് ഈ ഇത്രയും ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന പോയിന്റുകൾ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സൗണ്ടിനൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ, അതൊക്കെ ചിലപ്പോ ഫീൽ ചെയ്യുന്നുണ്ടാകാം. Commissars analyzed the teaching and had identified 10 different skills involved. ടീച്ചിങ്ങിൽ ഉണ്ടാവേണ്ട 10 സ്കില്ലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം പിന്നെ ഇത് മൈക്രോ സ്കില്ലിന്റെ ഭാഗം തന്നെയാണ്, അതിലില്ലാത്തത് ഇതിൽ പിന്നെ വരുന്നുണ്ട്. അതിലൊന്ന് ഇൻട്രൊഡ്യൂസിങ് ദ ലെസൺ എന്നുള്ളതാണ്. അതിന് നമ്മൾ സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. അപ്പൊ നമ്മളെ മുന്നിൽ വരുന്ന ഒരു ടോപ്പിക്കിനെ നമ്മൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം നമുക്ക് ഒരു കുട്ടിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ടോപ്പിക്കിനെ എത്തിക്കണം. അവര് നമ്മുടെ ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ കണ്ട് ഇനി വരാൻ പോകുന്ന ടോപ്പിക് എന്താണ് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് പിന്നെ അനലൈസ് ചെയ്യാൻ പറ്റണം, കണക്ട് ചെയ്യാൻ പറ്റണം. അതാണ് ഇൻട്രൊഡ്യൂസിങ് ദ ലെസൺ എന്ന് പറയാനുള്ള അല്ലെങ്കിൽ ആ ഒരു സ്കില്ല്. നമ്മള് പിന്നെ ഇൻട്രൊഡ്യൂസ് രണ്ട് ഡെമോൺസ്ട്രേഷൻ ആണ്. ദാറ്റ് മീൻസ് ടീച്ചർ ഡൂയിങ് ഓർ ഡെമോൺസ്ട്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ്. ഏതൊരു പ്രവർത്തനമാണെങ്കിലും ടീച്ചർ ആദ്യം ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പം ഹൗ ടു മേക്ക് എ പേപ്പർ ബോട്ട്, അത് ടീച്ചർക്ക് അറിയണം. ടീച്ചർ ഹാസ് ടു ഡെമോൺസ്ട്രേറ്റ്. സോ സ്കിൽ ഓഫ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്കില്ല്. 3, കമ്പയറിങ്. അഥവാ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഏതൊരു സ്കിൽ, ഏത് പ്രവർത്തനമാണ്, ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ ആവട്ടെ, കമ്പയറിങ് ആവട്ടെ, ഡിഫൈനിങ് ആവട്ടെ, എക്സ്പ്ലെയിനിങ് ആവട്ടെ, ഇതൊക്കെ ഓരോരോ മേഖലകളാണ്. ക്വസ്റ്റ്യനിങ്, ഇന്റർപ്രറ്റിങ് ഒക്കെ ഒന്നിച്ച് പറഞ്ഞാൽ മതി, ഓരോന്ന് എടുത്ത് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ടീച്ചർ വേണം കമ്പയർ ചെയ്യാൻ, ടീച്ചർ വേണം ഡിഫൈൻ ചെയ്യാൻ ആദ്യം, അല്ലെങ്കിൽ ആ സ്കിൽ ടീച്ചറുണ്ടാവണം. ടീച്ചർ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ, സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് ബൈ യൂസിങ് ജെസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ദെൻ സ്കിൽ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻ, ദാറ്റ് മീൻസ് പ്രോബിങ് ക്വസ്റ്റ്യൻ, ടീച്ചർക്ക് നിർബന്ധമായി ഉണ്ടാവേണ്ട സ്കില്ലാണ്. അതുപോലെ ഇന്റർപ്രട്ടേഷൻ ഓർ ഇന്റർപ്രറ്റിംഗ്, വ്യാഖ്യാനിക്കുക, എക്സ്പ്ലെയിനിങ്ങിന്റെ വേറൊരു ഭാഗം. ദെൻ ഇല്ലുസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ മതി, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്നുള്ളതാണ് ഇല്ലുസ്ട്രേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ജസ്റ്റിഫൈങ് വിത്ത് എവിഡൻസ്, അഥവാ ന്യായീകരിക്കുക അല്ലെങ്കിൽ തെളിവ് വെച്ചിട്ട് എന്താണ് സത്യം എന്നുള്ളത് പറയാം. അതേപോലെ അപ്രൈസിങ് ഓർ ഇവാലുവേറ്റിംഗ് ഓർ അസസിങ്, കുട്ടികൾ നിർബന്ധമായും അസസ് ചെയ്യാൻ. ഇതൊക്കെ ടീച്ചർക്ക് ഉണ്ടാവേണ്ട കുറെ സ്കില്ലുകളായിട്ടാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇവിടെ ആക്ച്വലി ടീച്ചറുടെ സ്കില്ലുകൾ എന്തൊക്കെയാന്ന് ചോദിക്കുകയാണെങ്കിൽ, ലൈഫിൽ ഏതൊരു പ്രൊഫഷനിലും ഏതൊരാൾക്കും ഉണ്ടാവേണ്ട സ്കില്ല് എന്തൊക്കെയാന്ന് എഴുതിയാലൊക്കെ അതൊക്കെ ടീച്ചേഴ്സിന്റെ സ്കില്ലായിരിക്കും. ഇത് കുറച്ചുകൂടി ക്ലാസ് റൂം അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട സ്കില്ലുകളാണ്. അതുകൊണ്ട് തന്നെ പെഡഗോജിക് അനാലിസിസിന്റെ ഭാഗമാണ്. ഓക്കെ, സോ ക്ലാസ് റൂമിൽ ഇത്രയും സ്കില്ലുകൾ ഒരു ടീച്ചർ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇനിയും സ്കില്ലുകൾ പറയാൻ പറ്റും, ഇതിൻ്റെ ഒരു ബേസിക് സ്കില്ലുകളായിട്ട് മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. ദെൻ ഇഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എപ്പോഴാണ് അല്ലെങ്കിൽ എന്താണ് ഒരു ഇഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഇഫക്റ്റീവ് ടീച്ചിങ്, ക്രിയേറ്റീവ് ടീച്ചിങ്, മീനിങ് ഫുൾ ടീച്ചിങ്, ഇങ്ങനെയൊക്കെ പല ടേംസുകളായിട്ട് പറയാറുണ്ട്. സോ ഇഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ബ്രിങ് ഔട്ട് ദ ഗോൾ ഓറിയന്റഡ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഇൻ സ്റ്റുഡൻസ് ആണ്. ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്, മേക്ക് പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ് ആണ്. കുട്ടികളുടെ സ്വഭാവത്തിൽ എന്താണ് സ്ഥിരമായി മാറ്റം ഉണ്ടാക്കാനാണ്. അപ്പം ഇഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത്തരത്തിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ് കുട്ടികളിൽ കൊണ്ടുവരിക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ അച്ചീവിങ് ഇൻസ്ട്രക്ഷണൽ ഗോൾസ്, ദാറ്റ് മീൻസ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കംസ്, അത് അച്ചീവ് ചെയ്യിപ്പിക്കണം. ഓരോ യൂണിറ്റിന് തുടങ്ങുമ്പോഴും അതിന് എത്ര ലേണിംഗ് ഔട്ട്കംസ് ഉണ്ട്, എന്തൊക്കെ ആ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തൊക്കെ കിട്ടണം എന്ന് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ടാവും, ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. അത് കുട്ടിക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം ടീച്ചറുടേതാണ്. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ നമ്മൾ ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ
5 സ്കില്ല് അല്ലെങ്കിൽ 10 കാര്യങ്ങൾ കുട്ടിക്ക് പഠിക്കണം. ഈ 10 കാര്യങ്ങളും എല്ലാ കുട്ടികൾക്കും പഠിച്ചിട്ടുണ്ടാവോ? അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു 50 കുട്ടികളെ സങ്കല്പിക്കാം. ഈ 50 കുട്ടികൾക്കും ഈ 10 കാര്യം പഠിച്ചിട്ടുണ്ടാവോ? ഇല്ല. അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ ആ ടീച്ചർ ഒരു നല്ല ടീച്ചറാണോ, അതല്ലെങ്കിൽ അവിടെ ഒരു ഇഫക്റ്റീവ് ടീച്ചിങ് നടന്നിട്ടുണ്ടോ? ഉണ്ടാവും. എല്ലാരും ഓരോ ഇൻഡിവിജ്വൽ അല്ലേ, എല്ലാവർക്കും ഒരേ കപ്പാസിറ്റിയിലല്ലേ ഉള്ളത്. അപ്പം പിന്നെ എത്ര പേര് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ആരൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, ചെയ്യണം എന്നൊക്കെയുള്ളൊരു കണക്ക് എങ്ങനെയാ? അത് ഓരോരുത്തരുടെയും പെർസെപ്ഷൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അനുസരിച്ചിട്ടല്ലേ ഇരിക്കാം. അത് ആക്ച്വലി അതിന് കൃത്യമായ കണക്കൊന്നും പറയാൻ കഴിയില്ല. അവിടെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഒരു എബവ് ആവറേജും ആവറേജ് സ്റ്റുഡൻസ് വരെ അത് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. ബിലോ ആവറേജ് സ്റ്റുഡൻസിന് അത് മുഴുവനായി അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ കോർ പോയിന്റ്സ് കിട്ടിയാൽ മതി എന്നൊക്കെയാണ് നമ്മൾ സാധാരണ വിലയിരുത്തുക. അത്രേ പറ്റുള്ളൂ. Then the outcome of teaching is evaluated by testing whether the teacher who adopted instruction based on suitable objectives was able to produce desirable behavioral changes. അങ്ങനെ ടീച്ചിങ്ങിന്റെ നമ്മൾ ടീച്ചിങ് നടത്തി കഴിഞ്ഞാൽ നമുക്കതിനെ അസസ് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം. ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ ലേണിംഗ് ഔട്ട്കംസ് കുട്ടിക്ക് കിട്ടിയോ എന്നുള്ളതാണ് ആക്ച്വലി അതിന്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ നടത്തിയ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻസ് ഒക്കെ കുട്ടിയിൽ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കലും ടീച്ചിങ്ങിന്റെ ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യലാണ്. ഓക്കെ, ഒരു കുട്ടിയിൽ പ്രകൃതി സ്നേഹം വളർത്തണം സങ്കല്പിക്കുക. ഒരു ഉദാഹരണം, ആ പ്രകൃതി സ്നേഹം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവന്റെ മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇഫക്റ്റീവ് ടീച്ചിങ് ഉണ്ട്. അതല്ല, ആ യൂണിറ്റ് കഴിഞ്ഞിട്ടും അവനും പ്രകൃതിയും തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ അവിടെ ഇഫക്റ്റീവ് ടീച്ചിങ് ഇല്ല. അപ്പം ഒരു ചെറിയ അളവിലെങ്കിലും കുട്ടികളിലേക്ക് എന്ത് എത്തിയിട്ടുണ്ടാവണം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് എത്തിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് എന്നുള്ളതിന്റെ ഒരു സബ് പോയിന്റ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അതില് ദ പൊസിഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് നീഡഡ് ഫോർ ടീച്ചിങ് ഫോൾ അണ്ടർ ഹെഡിങ് ഓഫ് ടീച്ചർ കോമ്പറ്റൻസ്. അഥവാ നമ്മൾ ശരിക്കും നോളജ് കൊടുക്കുക അല്ലെങ്കിൽ സ്കിൽസ് കൊടുക്കുക എന്ന് പറയുന്നത് ടീച്ചിങ് കോമ്പറ്റൻസിന്റെ ഒരു ഭാഗമാണ്. അതല്ലെങ്കിൽ ഒരു ടീച്ചറെ സംബന്ധിച്ച് നോളജ് ഉണ്ടാവുക അല്ലെങ്കിൽ സ്കിൽസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ടീച്ചിങ് കോമ്പറ്റൻസിന്റെ ഒരു ഭാഗമാണ്. ഒരാളൊരു ടീച്ചിങ് കോമ്പറ്റൻസി ഉള്ള ആളാണെന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തെന്നാണെന്ന് വെച്ചാൽ ടീച്ചിങ് നോളജ്, നമ്മളെ സബ്ജക്ട് നോളജ് ഉണ്ടാവണം, ടീച്ചിങ് സ്കിൽ ഉണ്ടാവണം. അതാണ് ഇവിടെ ടീച്ചിങ് കോമ്പറ്റൻസ് എന്നുള്ള ടേം കൊണ്ട്, ടീച്ചർ കോമ്പറ്റൻസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഥവാ ടീച്ചേഴ്സിന്റെ സ്കിൽസ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇഫക്റ്റീവ് ടീച്ചിങ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇഫക്റ്റീവ് ടീച്ചിങ്ങിൽ പോണെങ്കിൽ ഇഫക്റ്റീവ് ടീച്ചിങ് ഈസ് ഈക്വൽ ടു ടീച്ചേഴ്സ് ടീച്ചിങ് കോമ്പറ്റൻസ് അഥവാ ടീച്ചറുടെ സ്കില്ലുകൾ നോളജ് പ്ലസ് ടീച്ചേഴ്സ് ടീച്ചിങ് പെർഫോമൻസ്, ആ ടീച്ചറുടെ സ്കില്ലുകൾ എങ്ങനെ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്നു. ദെൻ അച്ചീവ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഗോൾസ് അഥവാ നമ്മുടെ ലേണിംഗ് ഔട്ട്കംസ് കുട്ടി കൃത്യമായി അച്ചീവ് ചെയ്തിട്ടുണ്ടോ. ഇങ്ങനെ 3 കാര്യങ്ങൾ നോക്കിയാലാണ് ഇഫക്റ്റീവ് ടീച്ചിങ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറയാൻ പറ്റുക. അപ്പം കുട്ടിക്ക് കൃത്യമായി കിട്ടിയാൽ മാത്രം പോരാ, ടീച്ചർ കൃത്യമായി നോളജ് ഉണ്ടാവണം, ടീച്ചർക്ക് കൃത്യമായി സ്കിൽ ഉണ്ടാവണം, ടീച്ചറുടെ പെർഫോമൻസ് നന്നാവണം, കുട്ടിക്ക് എന്ത് ചെയ്യണം, ആ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇഫക്റ്റീവ് ടീച്ചിങ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചറുടെ കമ്മിറ്റ്മെന്റ്, അതുപോലെ തന്നെ ടീച്ചിങ്ങിന്റെ ഇഫക്റ്റീവ്നെസ്, ഇതെല്ലാം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനാണ് താഴത്ത് പറയേണ്ടത്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന പോയിന്റ് അത് തന്നെയാണ്. ഇവിടെ ഒക്കെ ഒരു ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് ബാക്കി തന്നെ പറയാൻ കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ്, ഇതിലിങ്ങനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഏകദേശം ഒരു 9-12 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രസന്റിങ് ദ കോണ്ടന്റ് ലോജിക്കലി ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ എന്നുള്ളതാണ്. നമുക്ക് പഠിപ്പിക്കാനുള്ള പാഠം ലെസൺ അത് സീക്വൻഷ്യൽ ഓർഡറിൽ ലോജിക്കലായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ചില ടീച്ചർമാരില്ലേ നമ്മളെ ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിലല്ല ക്ലാസ് എടുക്കുക. അവർ എക്സ്പീരിയൻസ് കൊണ്ട് അവർ ചില പാഠങ്ങൾ മുന്നോട്ടും ചില പാഠങ്ങൾ പിന്നോട്ടൊക്കെ ആക്കി ക്ലാസ് എടുക്കാനുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ലാസ്സിലൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാവലുണ്ട്. അതെന്താ വെച്ചാല് അവിടെ ലോജിക്കൽ കണക്ഷൻ ഇല്ലാതെ തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അത് റീ അറേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ആർ ടു ബി ഐഡന്റിഫൈഡ് ഇൻ ഓർഗനൈസ്ഡ് സീക്വൻഷ്യലി. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകൾ ടീച്ചർ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യും. ചിലപ്പോൾ ടീച്ചേഴ്സ് പ്രത്യേകം ഒരു ബുക്കിൽ തരും, അല്ലെങ്കിൽ ടീച്ചർ പ്രത്യേകം നോട്ട് ചെയ്യാൻ പറയും, പ്രത്യേകം അണ്ടർലൈൻ ചെയ്യാൻ പറയും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടോ, അത് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. കേട്ടില്ലേ?
ഇപ്പൊ ഫോർ എക്സാമ്പിൾ മറ്റെന്തെങ്കിലും പ്രൂഫ് തരുമ്പോ ലാസ്റ്റ് ഇതാ കണ്ടുപിടിച്ചേ അല്ലെങ്കിൽ ഇത് പാളിപ്പോയിട്ട് ഇത് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് സയൻസിലല്ലോ. അത് പ്രത്യേകം നോട്ട് ചെയ്യാൻ പറയും. അതുപോലെ പ്രസന്റിങ് കീ പോയിന്റ്സ് ഓഫ് ദ ലെസൺ. ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠത്തിൽ നമുക്ക് 5 കാര്യങ്ങളാണ് ശരിക്കും പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ പ്രധാനമായും 5 കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കീ പോയിന്റ്സ് മാത്രം ഒന്ന് പറഞ്ഞുതരും. അപ്പം അതൊക്കെ എന്താ വെച്ചാൽ ഒരു ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ ഭാഗമാണ്. ഓക്കെ, ഇത് എന്തിനാ പഠിക്കണ അറിയോ? ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്തിനാ പഠിക്കണേ? അല്ല, ഒന്നാമത്തെ പരീക്ഷയ്ക്ക് എഴുതാനാണ്. അത് മറക്കരുത്. ടൈപ്പ് ഇങ്ങനെയാ, അങ്ങനെ പറഞ്ഞപ്പോലെ ഇങ്ങനെയാ, ഇങ്ങനെ പറഞ്ഞപ്പോലെ എങ്ങനെയാ. അല്ല, പരീക്ഷയ്ക്ക് എഴുതണ്ടേ? പരീക്ഷയ്ക്ക് എന്തായാലും എഴുതണല്ലോ. പരീക്ഷയ്ക്ക് ഞാനിത് യൂട്യൂബിലെല്ലാം കേൾക്കുമെന്ന് വെച്ചാൽ നന്നായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് മോഡിഫൈ ചെയ്ത് പറഞ്ഞു. ഇപ്പൊ പറ്റൂല. അപ്പം ഒന്ന് പരീക്ഷയ്ക്ക് എഴുതണം. 2, നമ്മൾ ടീച്ചിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ലെസൺ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യണം. അത് ചെയ്തിട്ട് ഞാൻ വലിയ ആളെന്ന് വെച്ചിട്ട് ലോജിക്കൽ ഓർഡർ ആയതുകൊണ്ട് ഞാൻ ഡിസോർഡർ ആക്കാൻ നിൽക്കണം കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ചെയ്യേ, ആവേശം കയറിയിട്ടേ. പിന്നെ കീ പോയിന്റ്സ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ. 2, സിംപ്ലിഫൈങ് ദ കോണ്ടന്റ് ആൻഡ് പ്രസന്റിങ് ദം വിത്ത് ക്ലാരിറ്റി. ചില ടീച്ചേഴ്സിനെ കുറിച്ചുള്ള എപ്പോഴും കുട്ടികൾ ഫീഡ്ബാക്ക് കൊടുക്കും, പറയും ടീച്ചർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞുതരും, അല്ലെങ്കിൽ നമുക്ക് തിരിയുടെ പോലത്തെ പറഞ്ഞുതരും. അങ്ങനൊക്കെ ഒരു ഫീഡ്ബാക്ക് സാധാരണ കൊടുക്കാറുണ്ടാവും. എക്സാമ്പിൾ നസീബ് സർ. താങ്ക് യു. എനിക്കുള്ള മിഠായി ഞാൻ ബിരിയാണി വാങ്ങി തരുന്നുണ്ടോ? സോ സിംപ്ലിഫൈങ്. ഗൂഗിൾ പേ ചെയ്താൽ മതി. ഇല്ല, അങ്ങനെ ചെയ്യില്ല. ഗൂഗിൾ പേ, ബിരിയാണി ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനുള്ളത് തന്നാ മതി. അങ്ങനെയല്ല. സിംപ്ലിഫൈങ് ദ ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ്. അല്ലെ, നമ്മളിപ്പോ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് കോംപ്ലക്സ് കോൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് അതിനേക്കാൾ ഡിഫിക്കൽട്ട് ആക്കി കുട്ടിയെ കൊടുക്കാം. അതേ സമയത്ത് തന്നെ വളരെ സിമ്പിൾ ആക്കിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ കൂട്ടി പറഞ്ഞിങ്ങനെ അങ്ങനെ കൊടുക്കാം. സോ ഒരു ടീച്ചർ എന്ത് ചെയ്യണം? ഒരു ഇഫക്റ്റീവ് ടീച്ചിങ് ഉണ്ടെങ്കിൽ അവിടെ എത്ര കോംപ്ലക്സ് ആയ ഐഡിയാസ് ആണെങ്കിലും കോൺസെപ്റ്റ് ആണെങ്കിലും ടീച്ചർക്ക് സിംപ്ലിഫൈ ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. സോ അതുപോലെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ. ചിലപ്പോ നോളജ് കൂടിപ്പോയാലേ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടാ പറഞ്ഞുതരാം. കോളേജിലൊക്കെ സംഭവിക്കലുണ്ട്. അതല്ല, എന്താ അറിയോ, ചില ആളുകൾക്ക് നോളജ് ഉണ്ടാവും, പക്ഷെ അത് ഹൗ ടു പ്രസന്റ് എന്നുള്ളത് അറിയില്ല. പ്രസന്റേഷൻ സ്കിൽ കുറവായിരിക്കും. അവർ ഭയങ്കര അവരുടെ നിലവാരത്തിൽ നിന്ന് പറയും, പക്ഷെ കുട്ടികളുടെ നിലവാരത്തിൽ എത്താൻ അവർക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. സത്യം. Then stating the objectives of the lesson clearly at the beginning of the lesson. എന്താ പഠിക്കാൻ പോണേന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നോ ബിഗിനിങ്ങിൽ പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ പ്രീ ലിസണിങ്, വൈ ലിസണിങ്, പോസ്റ്റ് ലിസണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിസണിങ് സ്റ്റേജസ് ഒക്കെ ശരിക്കും പഠിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കേട്ടോ, ഞാൻ എൻ്റെ DLED-ലാണുള്ളത്. ആ പ്രീ ലിസണിങ്ങിൽ കൃത്യമായിട്ട് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോണേ, എന്താ നിങ്ങൾ കേൾക്കാൻ പോണേ എന്നുള്ളതിനെ കുറിച്ച് കുട്ടികൾക്ക് എന്തോ നല്ലൊരു ധാരണ കൊടുക്കും. അപ്പൊ പിന്നെ അവർ കേൾക്കുന്നതൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റും. ഓക്കെ, ഒരു ഓവർവ്യൂ കൊടുക്കും ആദ്യം തന്നെ. എന്നിട്ടാണ് നമ്മൾ ആ ഒരു റിയൽ കണ്ടന്റ് പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. സോ അപ്പോൾ പ്രസന്റിങ് ദ കോണ്ടന്റ് ലോജിക്കലി, സിംപ്ലിഫൈങ് ദ കോണ്ടന്റ് ആൻഡ് പ്രസന്റിങ് വിത്ത് ക്ലാരിറ്റി. ഓക്കെ, 2 പോയിന്റാണ് ഇവിടെ പറഞ്ഞത്. 3ാമത്തെ പോയിന്റിലേക്ക് പോകുമ്പോൾ യൂസിങ് അനലിറ്റിക് ആൻഡ് സിന്തറ്റിക് അപ്രോച്ച് ഇൻ ടീച്ചിങ്. അഥവാ ഹോൾ കോൺസെപ്റ്റ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഫുള്ളി. അഥവാ നമ്മളില്ലേ ഒരു വലിയ കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിൽ അത് മുഴുവൻ പറയണം. അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതുമില്ല ഇതുമില്ല ഇന്നടുത്ത് നാളേക്ക് പറ്റുന്നില്ല, അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകരുത്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ആർ ടു ബി പോയിന്റ് ഔട്ട്. കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെയാണ്, ഇതിന് ഇങ്ങനെ കോൺസെപ്റ്റ് ആണ്, ഇത് തമ്മിൽ ഇന്ന ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു റിലേഷനും അതുപോലെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷനും കൃത്യമായിട്ട് കുട്ടികൾക്ക് അറ്റ് ദ സ്പോട്ടിൽ കൊടുക്കണം എന്നുള്ളതാണ്. ഈച്ച് വൺ ഓഫ് ദം ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ. അല്ലെ, നമ്മളിപ്പോ ഒരു 10 ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുകയാണെങ്കിൽ ഇപ്പോ ആദ്യത്തെ 2 പറഞ്ഞു, ഇനി 3ാമത്തത് പറയാണ്. ഒരു സെക്കൻഡ്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, പ്രശ്നമില്ല. ഇവിടെ ഒരു മെസ്സേജ് വന്നോണ്ട് പറഞ്ഞത്. സോ ഈച്ച് വൺ ഓഫ് ദം ഈസ് എക്സ്പ്ലെയിൻ. അപ്പൊ നിങ്ങൾ 10 ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ അതിൽ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. അവസാനം 10 ഒരുമിച്ച് പറയണം, അല്ലെങ്കിൽ ഒരുമിച്ച് അത് കൂട്ടി വെച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, ദെൻ ഇന്റഗ്രേറ്റ് ദീസ് എലമെന്റ്സ്. അങ്ങനെ പരസ്പരം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന പോലുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് തന്നെ പഠിപ്പിക്കണം. ദെൻ സ്റ്റുഡൻസ് ഷുഡ് ബി മെയ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഫുള്ളി. അഥവാ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫൈനലി നമ്മൾ പറഞ്ഞത് കുട്ടികൾക്ക് മനസ്സിലായോ, അവർക്കത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഫീൽ ചെയ്യണം. ഇപ്പൊ ഒരു ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ,
എന്നുള്ളത് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? ഐ കോണ്ടാക്ട് മനസ്സിലാവും. അവരുടെ ഐ കോണ്ടാക്ട്, അവരുടെ ഇരിക്കുന്ന രൂപം, അവരുടെ റെസ്പോൺസ്, അവരുടെ മുഖത്തുള്ള ഫേഷ്യൽ എക്സ്പ്രഷന്, ഇതൊക്കെ കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാനൊക്കെ ഫുള്ള് ഇങ്ങനെ ഹെഡ് ഇങ്ങനെ അടി കൊടുക്കും. അപ്പൊ എല്ലാം തീരുന്ന പോലെ മുന്നിലാണ് കുത്തിരിക്കും. അങ്ങനെയുള്ള കുട്ടികളോട് ഇന്ററാക്ട് ചെയ്താൽ മതി. ജസ്റ്റ് നമ്മളൊരു 1-2 ഡൗട്ടുകൾ, സംശയങ്ങളായിട്ടും ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ അങ്ങോട്ട് ചോദിക്കും പറഞ്ഞു ചെയ്താൽ ഓലെ വേഗം കൊടുത്ത കിട്ടും. മനസ്സിലായോ? ഓക്കെ. 4th വൺ അല്ലേ, നമ്മളങ്ങനെ അഭിനയിച്ചിരിക്കൂലേ, എല്ലാം മനസ്സിലായി എന്നുള്ളതൊക്കെ അഭിനയിച്ചിരിക്കുന്ന കുട്ടികളെ പൊക്കാനേ ഇന്ററാക്ഷൻ നടത്തിയാൽ മതി. എന്നാലും ഒരു പിടുത്തൊക്കെ കൊടുക്കാൻ പറ്റൂല. ഐ മീൻ കുറച്ചൊക്കെ തിരിയുന്ന പോലെ. പിന്നെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് അങ്ങനെ ചോദിക്കും, ഇടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചാൽ മതി, അപ്പൊ കിട്ടും. 4, ഹാവിങ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പം ഇഫക്റ്റീവ് ടീച്ചിങ്ങിൽ എന്ത് വേണം? ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്നാണ് 4ാമത്തെ പോയിന്റ്. അതിന് നമ്മുടെ ലൂസിഡ് ലാംഗ്വേജ് സ്റ്റൈൽ, അഥവാ കൃത്യമായി കുട്ടികൾക്ക് റാപ്പ് വരുന്ന ലാംഗ്വേജ്, അഥവാ സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കണം. എസ്റ്റാബ്ലിഷിംഗ് ഐ കോണ്ടാക്ട്, വോയിസ് മോഡുലേഷൻ. എന്താ വോയിസ് മോഡുലേഷൻ പറഞ്ഞാല്? ആവശ്യമുള്ള സ്ഥലത്ത് വോയിസ് കൂട്ടിയും കുറച്ചും. ഇടക്കൊന്ന് കൂട്ടണം, ഇടക്കൊന്ന് കുറക്കണം, ഇടക്ക് പതുക്കെ ആക്കണം, ഇടക്ക് വളരെ സൗമ്യമായിട്ട് പറയണം, അല്ലെ? ദെൻ യൂസ് ബോഡി ലാംഗ്വേജ് ആൻഡ് ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ എക്സെട്ര. സോ അപ്പൊ 4 നമ്മൾ പറഞ്ഞു. ഒന്നെന്താണ്? ലോജിക്കൽ പ്രസന്റേഷൻ ആണ്. 2, സിംപ്ലിഫൈ ചെയ്യുക അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. 3, നമ്മുടെ ഒരു പ്രസന്റേഷൻ ആണ്, അപ്രോച്ച് ആണ്, ഒരു സിന്തറ്റിക് ഓർ അനലിറ്റിക് അപ്രോച്ച് ആണ്. 4, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്. 5, യൂസിങ് വെറൈറ്റി ഓഫ് ടീച്ചിങ് ടെക്നിക്സ്. നമ്മളല്ലേ എന്നും ഒരുപോലെ തന്നെ ക്ലാസ് എടുക്കരുത്. ഒരു ദിവസം ക്ലാസ്സിൽ ബിഹേവിയറിസ്റ്റ് അല്ലെങ്കിൽ ലെക്ചറിങ് ആണെങ്കിൽ അടുത്ത ദിവസം ഒരു ഡിസ്കഷൻ, അടുത്ത ദിവസം ഒരു ഡ്രാമാറ്റൈസേഷൻ, അടുത്ത ദിവസം ഒരു എന്തെങ്കിലും ഒരു ഡെമോൺസ്ട്രേഷൻ, അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നതാണ്. ഇടയ്ക്ക് അസൈൻമെന്റ് കൊടുക്കുന്നു, ഇടയ്ക്ക് അവർക്കുള്ള ഒരു എന്താ പറയാ ഡിബേറ്റ് ആക്കുന്നു. അത്തരം ടോപ്പിക്കുകൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജി, ടീച്ചിങ് ടെക്നിക്ക് എന്ത് ചെയ്യണം? മാറ്റി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് 5. അപ്പൊ എന്നും ഒരുപോലെ ക്ലാസ് എടുക്കുന്നവനല്ല ഇഫക്റ്റീവ് ടീച്ചിങ് നടത്തുന്ന ആൾ എന്നുള്ളതാണ് പറയുന്നത്. 6, യൂസിങ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് എയ്ഡ്സ് ഇൻ ക്ലാസ് റൂം ടീച്ചിങ്. ടീച്ചിങ് എയ്ഡ്സ് അഥവാ TLM, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് എങ്ങനെയൊക്കെ പറയും, ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൽ ഇഷ്ടംപോലെ TLMകൾ ഉണ്ട് കേട്ടോ. ചാർട്ട്, ഇതിൽ പറയുന്നത് ചാർട്ട്, മോഡൽസ്, മാപ്പ്, സ്ലൈഡ്, സ്പീച്ച്, സീൻസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, അതുപോലെ തന്നെ റിയലിയ എന്നുള്ള സാധനം കിട്ടണോ? എന്താ റിയലിയ? ഒന്നുമില്ല, സിമ്പിളാ. ബ്രിങ്ങിങ് ദ റിയൽ ഒബ്ജക്ട് ഇൻ ദ ക്ലാസ് റൂം. പിന്നെ ചാർട്ട്, ബ്ലാക്ക് ബോർഡ് TLM ആണ്. അതുപോലെ തന്നെ പ്ലക്കാർഡ്, ഫ്ലാഷ് കാർഡ്, ഇതൊക്കെ എന്താ? പ്ലക്കാർഡ്, ഫ്ലാഷ് കാർഡ് ഒക്കെ എന്താ? പ്ലക്കാർഡ് കിട്ടണോ? പ്ലക്കാർഡ് എപ്പോഴാ ഫ്ലാഷ് കാർഡ് വെക്കുക? നമ്മൾ ഈ സമരം നടത്തുമ്പോ ഒരു വടിയൊക്കെ ഉണ്ടാവും, എന്നിട്ട് ഇങ്ങനെ ചതുരത്തിലൊരു കാർഡും ഇങ്ങനെ നോ വാർ, സേവ് ഹ്യൂമൻ ബീങ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഇത് പിടിക്കൂലേ? അതാണ് പ്ലക്കാർഡ്. എന്താ ഫ്ലാഷ് കാർഡ്? നമ്മളിപ്പോ ചെറിയ ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ല ലെറ്റേഴ്സിന്റെ വേർഡ്സ് ഒക്കെ ഉള്ള ലെറ്റേഴ്സ്, വേർഡ്സ് ഒക്കെ ഉള്ള കാർഡുകൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തോളൂ. ജസ്റ്റ് ഒന്ന് സീ, ജസ്റ്റ് ടു സീ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുട്ടികൾ നോക്കുന്ന എടുത്തേക്കോ. പ്ലക്കാർഡല്ല, പ്ലക്കാർഡ് ഇങ്ങനെ പിടിച്ചുകൊടുക്കുന്നുണ്ടാവും. അതിനൊരു സ്ലോഗനാണ് കാര്യമായിട്ട് ഉണ്ടാവുക. അങ്ങനെ സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, അതുപോലെ തന്നെ കട്ടൗട്ടുകൾ, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കാം. 7th മോട്ടിവേറ്റിംഗ് സ്റ്റുഡൻസ് ആണ്. അഥവാ കുട്ടികൾക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ഇങ്ങനെ കിട്ടിക്കൊടുക്കും. അവർക്ക് എപ്പോഴും ഇങ്ങനെ ചലഞ്ചിങ് ടാസ്കുകൾ കിട്ടിക്കൊടുക്കും. അങ്ങനെ തന്നെ വായിക്കണം, അടിപൊളിയായിട്ട് വായിക്ക്, ഉറക്ക വായിക്ക്, അവൻ വായിച്ച പോലെ തന്നെ വായിക്ക്, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ വായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനും വായിക്കാനും എഴുതാനും നല്ല രൂപത്തിൽ ഇരിക്കാനും ശ്രദ്ധിക്കാനും റെസ്പോണ്ട് ചെയ്യാനും മിണ്ടാതിരിക്കാനും സൈലന്റ് ആവാനും ഒച്ചുണ്ടാക്കാനും എല്ലാത്തിനുള്ള മോട്ടിവേഷൻ വിൽ ബി ഗിവൺ. 8, ഹൈ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ. നമുക്കറിയാം കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ വുഡ് ബി ഹൈ. കുട്ടികളായിരിക്കണം എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, അവരുടെ പാർട്ടിസിപ്പേഷൻ ആയിരിക്കണം ഇമ്പോർട്ടന്റ്. സോ അത് ഉറപ്പുവരുത്തേണ്ടതാണ് ഇഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാല്. ഓക്കെ, നമ്മൾ ഇപ്പൊ 8 നമ്മൾ കണ്ടത്. ഓർക്കുന്നുണ്ടോ 8 ഏതൊക്കെയാന്നുള്ളത്? കണ്ടന്റ് ലോജിക്കൽ പ്രസന്റേഷൻ ആണ്,
അതുപോലെ തന്നെ കണ്ടന്റ് സിംപ്ലിഫൈ ചെയ്യലാണ്, സിന്തറ്റിക് ഓർ അനലിറ്റിക് അപ്രോച്ച് ആണ്, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്, വെറൈറ്റി ഓഫ് ടീച്ചിങ് ടെക്നിക്സ്, അതുപോലെ തന്നെ ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്, സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നത്. ഇനി ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് 9ാമത്തെ. നല്ലൊരു ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നുള്ളത് ടീച്ചറെ സംബന്ധിച്ച് ഭയങ്കര ടാസ്ക് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുട്ടികൾ പെരുമാറണമെന്നില്ല. പ്രത്യേകിച്ച് UP അല്ലെങ്കിൽ LP ഭയങ്കര ബുദ്ധിമുട്ടാണ്. UP ആകുമ്പോഴേക്ക് കുറച്ചുകൂടി കിട്ടും, ഹൈസ്കൂൾ ആകുമ്പോഴേക്ക് കുറച്ചൊക്കെ കിട്ടും. എങ്കിലും ക്ലാസ് റൂം മാനേജ്മെന്റ് ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് സ്കിൽ ഓഫ് എ ടീച്ചർ. ഓക്കെ, സോ സ്യൂട്ടബിൾ ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗുഡ് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മളിങ്ങനെ ഒരാളെ ക്ലാസ് എടുക്കുകയാണ്, നമ്മൾ ക്ലാസ് ചെല്ലുകയാണ്, എല്ലാ കുട്ടികളും വളരെ സൈലന്റ് ആയിട്ട് നിശബ്ദരായി ഇരുന്ന് ഇങ്ങനെ കേൾക്കുന്നു ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ക്ലാസ് കാണാൻ ചെല്ലുമ്പോൾ അവിടെ കുട്ടികളൊക്കെ ക്ലാസ് റൂമിൽ എങ്ങനെ ഇറങ്ങി നടക്കുന്നു, അല്ലെങ്കിൽ ടീച്ചറോട് എന്തൊക്കെ സംസാരിക്കുന്നു, ടീച്ചർ അങ്ങോട്ട് സംസാരിക്കുന്നു, അങ്ങനെ ഒരു കലപില ക്ലാസ് റൂം കാണുന്നു. ഇതിൽ ഏത് ക്ലാസ് റൂമാണ് നല്ല ക്ലാസ് റൂം? ഏത് ടീച്ചർക്കാണ് നല്ല ക്ലാസ് മാനേജ്മെന്റ് ഉണ്ട് നമ്മൾ വിലയിരുത്തുക? 1 ആണോ 2 ആണോ? 1 ആണോ 2 ആണോ? 1 സർ. 1 എല്ലാവരും മിണ്ടാതിരിക്കുന്നുണ്ടാവും അല്ലേ? അതെ അതെ. അതല്ല നല്ല ക്ലാസ് റൂം. പക്ഷെ അതല്ലേ നല്ല ക്ലാസ് റൂം മാനേജ്മെന്റ് അതല്ലേ? അതാണ് ആ തോട്ട് നമ്മൾ മാറ്റണം. മാനേജ്മെന്റ് ആക്റ്റീവ് ആക്കുക എന്നുള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്? അവിടെ ആ കുട്ടികൾ മിണ്ടാതിരിക്കുക, ദാറ്റ് മീൻസ് പാസീവ് ആണ് അവര്. ഒരുപക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർ ലിസൺ ചെയ്യുന്നതാകാം, അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അവിടെ ഒരു ഇന്ററാക്ഷൻ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. ഓക്കെ, ഫുള്ളി പാസീവ് ആയിരിക്കുന്ന കുട്ടികളെ നമുക്ക് ആവശ്യമില്ല. എന്നാൽ കുട്ടികൾക്ക് ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ഉണ്ടാവണം. അവർ പഠിക്കൽ എങ്ങനെയാണ്? ചോദ്യം ചോദിച്ചും പ്രശ്നങ്ങൾ ചെയ്തും ചർച്ച ചെയ്തും ഒക്കെ പഠിക്കുന്നത്. അത്തരം ക്ലാസ് റൂമിൽ എന്തുണ്ടാകും? സൗണ്ട് ഉണ്ടാകും, കുട്ടികൾ നീന്തി നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോഴും എല്ലാവരും ക്ലാസ് റൂമിൽ ഒബ്സർവ് ചെയ്യണത് കുട്ടികൾ മിണ്ടാതിരുന്നാൽ നല്ല ക്ലാസ് റൂമും കുട്ടികൾ സംസാരിച്ചാൽ മോശം ക്ലാസ് റൂമും എന്നുള്ളതാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ്. അപ്പൊ അങ്ങനെ ക്ലാസ് റൂം മാനേജ്മെന്റിൽ നമുക്കൊരു 3-4 ടിപ്സ് വരെ കൊടുത്തിട്ടുണ്ട്. 1, കോളിംഗ് പീപ്പിൾസ് ബൈ നെയിം, കുട്ടികളെ പേര് വിളിക്കുക, പേര് വെച്ച് അഡ്രസ് ചെയ്യുക. 2, മേക്കിംഗ് നോംസ് ഫോർ ക്ലാസ് റൂം ബിഹേവിയർ, കൃത്യമായി നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവേണ്ട നോംസ് അഥവാ റൂൾസ് അത് കൃത്യമായി എന്ത് ചെയ്യണം? കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇപ്പൊ ഞാനൊക്കെ ഞാൻ ഈ ഒരു കോളിംഗ് ബൈ നെയിം എന്നുള്ളതിൽ കുറച്ച് വീക്കാണ്, എനിക്ക് പെട്ടെന്ന് പേരാണ് പഠിയില്ല. 2ാമത്തെ കാര്യം, ക്ലാസ് റൂം ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യും? തുടക്കത്തിലേ അത് അവരുടെ അടുത്ത് പറയും, ഇതിങ്ങനെയൊക്കെയാണ് എന്റെ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യും? അവരുടെ അടുത്ത് പറയും, നമ്മുടെ നോംസുകൾ പറയും. അപ്പൊ അവർ കുറെ നമ്മളെ ഇതിലേക്ക് വരും. ഓക്കെ, ദെൻ റീഇൻഫോഴ്സിങ് അറ്റൻഡിങ് ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികൾ എന്തിനും വന്ന് പങ്കെടുക്കാനുള്ള അവരുടെ ഒരു ബിഹേവിയറിന് റീഇൻഫോഴ്സ് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. 4, ഫോക്കസിങ് ദ അറ്റൻഷൻ ഓഫ് ദ സ്റ്റുഡൻസ്, കുട്ടികളുടെ അറ്റൻഷനിലേക്ക് ഫോക്കസ് ചെയ്യണം. കുട്ടികൾക്ക് എന്താണ് ആവശ്യം, കുട്ടികൾ എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അവരെങ്ങനെ എപ്പോഴാണ് അവർ അറ്റൻറ്റീവ് ആകുന്നത് എന്നതിലേക്ക് ഫോക്കസ് ചെയ്യണം. 5, കൺട്രോളിങ് ദ ഡിസ്ട്രാക്ഷൻസ് ഓഫ് സ്റ്റുഡൻസ്, കുട്ടികൾ എങ്ങാനും അനാവശ്യ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അനാവശ്യമായിട്ട് അവർ ഒരു ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ടീച്ചർക്ക് പറ്റണം. ദെൻ കീപ്പിംഗ് ദ സ്റ്റുഡൻസ് അണ്ടർ കൺട്രോൾ, കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മുടെ കൺട്രോൾ എന്തുകൊണ്ട് അവർ പാറണം, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ എന്തുകൊണ്ട് അവർ ചർച്ചിക്കണം, നമ്മുടെ കൺട്രോൾ എന്നിട്ട് അവരെന്ത് ചെയ്യണം? ഡിബേറ്റ് നടത്തണം. അതുപോലെ തന്നെ സ്റ്റോപ്പിംഗ് ദ അൺഡിസൈറബിൾ ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ ഡിസൈറബിൾ ബിഹേവിയർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യല്ല, നിന്ന് കൊടുക്കല്ല വേണ്ടത്, അത് കൃത്യമായി നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇങ്ങനെ 9 പോയിന്റ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. 10, അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ബ്ലാക്ക് ബോർഡ്, യൂസേജ് ഓഫ് BB, ബ്ലാക്ക് ബോർഡ്. BB നമ്മൾ ഷോർട്ട് ആക്കി പറയാം. ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കണമെങ്കിൽ അതിന് കുറെ റൂൾസ് ഉണ്ട്, എഴുതാന്, ചോക്ക് പിടിക്കാന്, ഇതിനൊക്കെ റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. 11, ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് ലേണിംഗ്, അഥവാ കുട്ടികളെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, അവരെങ്ങനെ അസസ് ചെയ്യണം, അവർക്ക് പഠിക്കുന്നുണ്ടോ, അവർക്ക് മനസ്സിലാകുന്നുണ്ടോ, അവര് ചിന്തിക്കുന്നുണ്ടോ, അവര് ഇമാജിൻ ചെയ്യുന്നുണ്ടോ, അവർ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇതിനൊക്കെ എവിടെ നേരം? എവിടെ എനിക്ക് നേരമുള്ളത്? അതന്നെ ഇപ്പൊ ഞാനും ആലോചിക്കണം. അതിനൊന്നും നേരം വേണ്ട, അതൊക്കെ അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കും. നമുക്ക് പിന്നെ നമ്മളിപ്പോ ഒരു കുട്ടിയോട് ഒരു കാര്യം പറഞ്ഞു, കുറച്ച് കുട്ടിയോട് നമ്മളൊരു എന്തെങ്കിലും ആലോചിച്ച് കണ്ടെത്താൻ പറഞ്ഞു, സങ്കല്പിക്കാം. അപ്പൊ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് ബിഹേവിയർ കണ്ടാൽ ആരൊക്കെ ആലോചിക്കുന്നുണ്ട്, ആരൊക്കെ ആലോചിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ആലോചിക്കാത്ത ആളെ വിളിച്ചിട്ട് എന്ത് ചെയ്യാ? നീ ആലോചിക്കുന്നുണ്ടല്ലോ അല്ലേ,
നിനക്ക് ഇപ്പൊ എത്ര പോയിന്റ് കിട്ടി, നിന്റെ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് ഏതാണ്, ഇങ്ങനെയൊക്കെ അവരെന്ത് ചെയ്യുക, ആ ഒരു ആലോചനയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു കഴിവ്. ദെൻ എലിസിറ്റ് ആൻസേഴ്സ്, കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്യണം, എലിസിറ്റിംഗ് റെസ്പോൺസ്, കുട്ടികൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൊടുക്കണം. ദാറ്റ് മീൻസ് അവർക്ക് എപ്പോഴും ഇങ്ങനെ പഠിച്ചിട്ട് ചോദിക്കല്ല, പഠിക്കാനുള്ള ചോദിക്കുക, ചിന്ത ഉണർത്താൻ വേണ്ടി ഓപ്പൺ ആയിട്ട് ക്വസ്റ്റ്യൻസ്, അവരുടെ സജഷൻ ചോദിക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെ ആയതുകൊണ്ട് എന്താണ് ഗുണം, എന്താണ് ദോഷം, ഇങ്ങനെ ക്രിട്ടിക്കലായിട്ട് അവരോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൊടുക്കുക. അത് അവരുടെ ബുദ്ധിശക്തിയെ ഉണർത്തും. ഓക്കെ, അതിനെ നമ്മൾ ഒരു ക്ലാസ് തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ അവരോട് ഇങ്ങനെ ഉത്തരം പറയാൻ പറയാം. ഇത് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നാണ് പറയാം. ഓക്കെ, 2 തരം അസസ്മെന്റുകൾ ഉണ്ട്. ഈ കുട്ടികളുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ നോളജ്, അവരുടെ എബിലിറ്റീസ് നമ്മൾ അളക്കുന്നത്, ഇവാലുവേറ്റ് ചെയ്യാൻ 2 തരം രീതികളാണ്. ഒന്ന് ഫോർമേറ്റീവ് ആണ്, 2 സമ്മേറ്റീവ് ആണ്. ഓക്കെ, ഒന്ന് ഫോർമേറ്റീവ്, 2 സമ്മേറ്റീവ്. അഥവാ നമ്മളൊരു ക്ലാസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഫോർമേറ്റീവ് എന്നാണ് പറയാ. അഥവാ അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, ടീച്ചർ ഏത് സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, എപ്പോൾ വേണമെങ്കിലും നോട്ട് നോക്കാം, എപ്പോൾ വേണമെങ്കിലും ഗ്രൂപ്പ് ആക്കാം, അതൊക്കെ ഫോർമേറ്റീവ് ആണ്. റൈറ്റ്, അതിങ്ങനെ ഇഷ്ടംപോലെ നടന്നുകൊടുക്കും, ഓരോ ദിവസം ഇഷ്ടംപോലെ നടന്നുകൊടുക്കും. സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് എ സെമസ്റ്റർ ഓർ അറ്റ് ദ എൻഡ് ഓഫ് എ പാർട്ട് ടീച്ചർ അസസിങ് ദ സ്റ്റുഡൻസ് ലേണിംഗ്. സെമസ്റ്റർ എക്സാം നടത്തുക അല്ലെങ്കിൽ സെമസ്റ്ററിന്റെ ലാസ്റ്റ് ഇന്റേണൽ എക്സാം നടത്തുക, ഇതൊക്കെ സമ്മേറ്റീവ് ആണ്, സമ്മപ്പ് ചെയ്യാനുള്ള എക്സാം ആണ്. ഓക്കെ, ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടീനെ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അസസ്മെന്റ് നടത്തുന്നത്. സമ്മേറ്റീവ് ആകുമ്പോൾ അവൻ എന്ത് പഠിച്ചു നോക്കാനാണ്. ഫോർമേറ്റീവ് എന്ന് പറയുന്നത് അവൻ എന്തൊക്കെ പഠിക്കണം, എത്രത്തോളം പഠിക്കണം നോക്കാനാണ്. ഇതിങ്ങനെ ഇതിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ തന്നെ കുറേ ഉണ്ട് കേട്ടോ, നമുക്ക് ഇതിന് അത്ര പഠിക്കാനില്ല. ജസ്റ്റ് ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, ഇങ്ങനെ 2 ടേംസിന് പരിചയപ്പെടാനാണ്. മനസ്സിലായോ? ഫോർമേറ്റീവ് അസസ്മെന്റും സമ്മേറ്റീവ് അസസ്മെന്റും എന്താ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ക്ലാസ് ടെസ്റ്റ് ഇടല്ലേ ഓരോ യൂണിറ്റ് കഴിഞ്ഞാലും, അത് ഫോർമേറ്റീവ് ആണോ സമ്മേറ്റീവ് ആണോ? ഫോർമേറ്റീവ് ആണ്. എന്നാൽ ഒരു ടേം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പരീക്ഷ എടുത്താണെങ്കിൽ അത് സമ്മേറ്റീവ് ആണ്. ഓക്കെ, ദെൻ പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ ഓർ പ്രാക്ടീസ് ഓർ അസൈൻമെന്റ്. കുട്ടികൾക്ക് എന്ത് കൊടുക്കണം? എപ്പോഴും അഡീഷണൽ പ്രാക്ടീസസ് കൊടുക്കണം, വർക്ക് കൊടുക്കണം, ഹോംവർക്ക് കൊടുക്കണം, അസൈൻമെന്റ് കൊടുക്കണം, സെമിനാർ കൊടുക്കണം. അവരത് ചെയ്ത് പഠിച്ചു വരട്ടെ എന്നുള്ളത് നമുക്ക് എത്തണം. അങ്ങനെയാണ് സ്റ്റുഡൻസിന്റെ ലേണിംഗിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 12 പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഫീഡ്ബാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പോഴും ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളത്, അത് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മളിവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ് 12 പോയിന്റ് പഠിച്ചു. 12 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോക്കി നോക്കുക കേട്ടോ. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഇഫക്റ്റീവ് ടീച്ചിങ്. നോക്കുകയാണെങ്കിൽ ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ നമ്മളെ പാഠത്തിന് ഹെഡ്ലൈനും പിന്നെ ഫുൾ ഇഫക്റ്റീവ് ടീച്ചിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ ലിസ്റ്റ് ദ ഫോളോയിങ് 5 ഫാക്ടേഴ്സ് ആസ് എ കീ കോൺട്രിബ്യൂഷൻ ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ്. 5 ഫാക്ടേഴ്സ് പറയുന്നത് ഇവിടെ. ഒന്ന്, ടീച്ചേഴ്സ് കോണ്ടന്റ് നോളജ് ഓഫ് ദ സബ്ജക്ട്. ഒരു വിഷയത്തെ കുറിച്ച് അധ്യാപകനുള്ള അറിവ് അല്ലെങ്കിൽ കോണ്ടന്റ് നോളജ്. 2, പെഡഗോജിക്കൽ നോളജ്. എന്താണ് ഈ പെഡഗോജി എന്ന് പറഞ്ഞാല്? കുറെ കേട്ടിട്ടുണ്ടാവും പെഡഗോജി, പെഡഗോജിക്കൽ നോളജ് എന്നൊക്കെ. സബ്ജക്ട്. എന്ത് പെഡഗോജി ആണല്ലേ? സബ്ജക്ട് അല്ലേ? സബ്ജക്ട് നോളജോ? മെത്തഡോളജി, പെഡഗോജി എന്നൊക്കെ കേട്ടില്ല? കേട്ടിട്ടുണ്ട് അതൊക്കെ. എന്താന്ന് അറിയില്ല. ഡിസിപ്ലിൻ അല്ലേ, സബ്ജക്റ്റിനല്ലേ പെഡഗോജി എന്ന് പറയാ? അല്ല, മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ആക്ച്വലി പെഡഗോജി എന്ന് പറഞ്ഞാല്. ഹൗ ടു ടീച്ച്, ഹൗ ടു ഹാൻഡിൽ ദ സബ്ജക്ട്, അതാണ് പെഡഗോജിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ടെക്നോളജിക്കൽ നോളജ്, അഥവാ ടെക്നോളജി എങ്ങനെ നമ്മൾ ടീച്ചിങ്ങിലേക്ക് ഉപയോഗിക്കാം. ദെൻ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്, ഒരു ടീച്ചർക്ക് എങ്ങനെ, ഹൗ ക്യാൻ എ ടീച്ചർ ബി പ്രൊഫഷണൽ അല്ലെ? നമുക്കൊരു ഒരാളൊരു പ്രൊഫഷണൽ ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ലേ? ഒരു ഹൈ പ്രൊഫഷണൽ ആളാണോ അല്ലേ, അഥവാ എഡ്യൂക്കേറ്റഡ് ആണോ അല്ലേ എന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കൂല്ലേ? എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക? ഫസ്റ്റ് വൺ അവരുടെ വേഷം. ഓക്കെ, വേഷം ശ്രദ്ധിക്കും. ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കും. സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ സംസാര രീതി, അവരുടെ ലാംഗ്വേജ്, ടോണ്, കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഒരേ ക്ഷമ, ഐ മീൻ കേട്ടിരിക്കാനുള്ള ഒരു കഴിവ്.
ഐ മീൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ് നമുക്ക് മനസ്സിലാവും ഇയാള് പോക്കാന്ന്. ഓക്കെ. പിന്നെ അവര് സംസാരിക്കുന്നതിൽ അതില് ടോപ്പിക് ഉണ്ടാവില്ലേ, അത് എത്രമാത്രം ക്വാളിറ്റിയുടെ നോക്കിയാൽ ക്വാളിറ്റി ഓഫ് കണ്ടന്റ്. ഓക്കെ, ഇതൊക്കെ തന്നെ. ഓക്കെ, അപ്പം ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ അധ്യാപകനാണെന്ന് പറയണം. അവിടെയാണ് നമ്മൾ മുടുക്ക് കിടക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ഈ പെഡഗോജി സബ്ജക്ട് പഠിക്കുന്നില്ലേ? പെഡഗോജി ഇപ്പൊ ഞാനാണെങ്കിൽ പെഡഗോജി ടീച്ചിങ്ങിനെ പഠിക്കാണ്. ടീച്ചിങ്, ഹൗ ടു ടീച്ച് എന്ന് പഠിക്കണതാണ്. അതന്നെ. അപ്പൊ നമ്മളെ കൊമേഴ്സ് എങ്ങനെ ഞാനിപ്പോ എന്റെ പെഡഗോജി കൊമേഴ്സ് ആണെങ്കിൽ ആ സബ്ജക്റ്റിൽ ശരിക്കും ഉണ്ടാവുക എന്താണ്? ഹൗ ടു ടീച്ച് കൊമേഴ്സ് അങ്ങനെ ഉണ്ടാവുക. അപ്പൊ ഞാൻ ടെക്സ്റ്റ് നോക്കിയപ്പോ എനിക്കും ആകെ കൺഫ്യൂഷൻ. അതിൽ പറയുന്നത് എന്തിനാണ് കൊമേഴ്സ്, എന്തിനാണ് കുട്ടിക്ക് പഠിപ്പിക്കുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇൻട്രൊഡക്ഷനിൽ വരുന്ന സാധനങ്ങളായിരുന്നു. ഒന്നും മനസ്സിലായില്ല. ഓക്കെ, ദെൻ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുക. അഥവാ ടീച്ചിങ് കഴിഞ്ഞു, നമ്മൾ ടീച്ചിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ടീച്ചിങ് ഇഫക്റ്റീവായി ചെയ്യുന്നുണ്ടോ, മാറ്റങ്ങൾ വേണോ എന്നൊക്കെ ചിന്തിക്കുക. ഇങ്ങനെ 5 കീ ഫാക്ടേഴ്സ് ഉണ്ട് ടീച്ചിങ് എന്നാ പറയണേ. ഓക്കെ, ഇനി ഇതിൽ ഓരോ ഫാക്ടേഴ്സ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അതിങ്ങനെ വേഗം വേഗം പറഞ്ഞു പോകും, അത്ര ഇമ്പോർട്ടൻസ് അതിനുള്ളൂ. ടീച്ചേഴ്സ് കോണ്ടന്റ് നോളജ് ഓഫ് ദ സബ്ജക്ട്. നമുക്കറിയാം, ഒരു സബ്ജക്റ്റിൽ നമ്മൾ മാസ്റ്റർ ആയിരിക്കണം, ഹയർ എഡ്യൂക്കേഷൻ, ഹൈ ക്വാളിഫൈഡ് ആയിരിക്കണം. ആ സബ്ജക്റ്റിൽ എന്ത് ഡൗട്ട് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? വി മസ്റ്റ് ബി ഏബിൾ ടു സോൾവ് ദ ക്വസ്റ്റ്യൻ ഓർ ആൻസർ ദ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ആ സബ്ജക്റ്റിനോട് ഒരു പാഷൻ ഉണ്ടാവണം. നമ്മൾ കോമേഴ്സ് ആണെങ്കിൽ കോമേഴ്സിനോട് നമുക്കൊരു പാഷൻ ഉണ്ടാവണം. കോമേഴ്സ് കേൾക്കണതേ ഇഷ്ടമല്ല, എന്നിട്ട് അത് പോയി എടുത്തിട്ട് ഒരു പ്രത്യേകിച്ച് കാര്യമില്ല. അക്കോർഡിംഗ് ടു ഡേ, ടീച്ചിങ് പാഷൻ ഇൻക്ലൂഡ് ലേണിംഗ്, പാർട്ടിസിപ്പേഷൻ, കൊളാബറേഷൻ, കോഓപ്പറേഷൻ ആൻഡ് ആക്ടിവിസം. ഒരാൾക്ക് ഒരു സബ്ജക്റ്റിനോട് പാഷൻ ഉണ്ടോ നോക്കണമെങ്കിൽ അദ്ദേഹം ലേണിംഗിൽ ഇൻക്ലൂഡ് ആകുന്നുണ്ടോ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവരുമായി കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടോ, കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ, അതിൽ ആക്റ്റീവായി പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി. ദെൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്ലാസ് റൂം ലേണിംഗ് ഇൻ കൊളാബറേഷൻ വിത്ത് സ്റ്റുഡൻസ്. കുട്ടികളുമായി ആ ഒരു സബ്ജക്റ്റിൽ കൊളാബ് ചെയ്യാൻ അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാൻ, അത്തരം ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കാൻ ഒരു ടീച്ചർക്ക് പറ്റുന്നുണ്ടോ. അതുപോലെ തന്നെ ടീച്ചർ ആ ടീച്ചറുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ, അത് യൂസ് ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ അത് എന്താ പറയാ, അപ്ഡേറ്റ് ചെയ്യുക, അഥവാ റെലവെന്റ് ആയിട്ട് വരുന്ന ബുക്സ് ഇങ്ങനെ വായിച്ചിട്ടൊക്കെ ആ ടീച്ചർ അവരുടെ നോളജ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടോ. ഉണ്ടെങ്കിൽ ടീച്ചർക്ക് എന്തുണ്ടാവും? കോണ്ടന്റ് നോളജ് ഉണ്ടാകും, അല്ലെങ്കിൽ സബ്ജക്ട് നോളജ് ഉണ്ടായിരിക്കും. നമുക്ക് നിർബന്ധമായിട്ടും ടീച്ചർക്ക് ഉണ്ടാവേണ്ട സ്കില്ലാണ് ഈ ഒരു അപ്ഡേറ്റിംഗ് ദ നോളജ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പെഡഗോജിക്കൽ നോളജ് ആണ്. അഥവാ ടീച്ചർ വിൽ ഹാവ് ദ എബിലിറ്റി ടു ഫോക്കസ് ഇൻ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10-11 കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അറേഞ്ച് ചെയ്ത് സബ്ജക്ട് കോണ്ടന്റ് സീക്വൻഷ്യലി. സബ്ജക്റ്റിനെ സീക്വൻഷ്യലായി അറേഞ്ച് ചെയ്യാൻ പറ്റുക. സിംപ്ലിഫൈങ് ദ സബ്ജക്ട്, നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ യൂസിങ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ് പറഞ്ഞോ? അഥവാ കോമൺ ടു സ്പെസിഫിക്, സ്പെസിഫിക് ടു കോമൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഡക്റ്റീവ്. ആദ്യം നമ്മൾ നിയമം പറയാം, എന്നിട്ട് അല്ലെങ്കിൽ റൂൾസ് പറയാം, അല്ലെങ്കിൽ പിന്നെ എക്സാമ്പിൾ പറയാം. ഡിഡക്റ്റീവ് ആകുമ്പോഴേക്ക് നമ്മൾ ആദ്യം കുറെ എക്സാമ്പിൾസ് പറയും, അവസാനം ആ എക്സാമ്പിളിൽ നിന്ന് നമ്മളൊരു കോമൺ കോൺസെപ്റ്റിലേക്ക് എത്തും. അത് 2 രൂപത്തിൽ പഠിപ്പിക്കാൻ ടീച്ചർക്ക് പറ്റണം. ആദ്യം നിയമം പറഞ്ഞു കൊടുക്കുക, അതിൽ നിന്ന് ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആദ്യം കുറെ ഉദാഹരണം കൊടുക്കുക, അതിൽ നിന്ന് നിയമം ഉണ്ടാക്കുക. അത് പറഞ്ഞ സാധനം മനസ്സിലാക്കണം നിങ്ങൾക്ക്. വേറെ എക്സാമ്പിൾ ആണോ സർ? അതൊന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവോ? യെസ് സർ. ഓക്കെ, ഞാന് ഇപ്പം പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? ആദ്യം അതിന്റെ റൂൾസ് പറയും. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആദ്യം സബ്ജക്ട് കൊടുക്കണം, പിന്നെ വെർബ് കൊടുക്കണം, അത് വെർബിന്റെ ING ഫോം കൊടുക്കണം. അഥവാ സബ്ജക്ട് കൊടുക്കണം, പിന്നെ ഓക്സിലറി കൊടുക്കണം, ഈസ് ആറ് ആകുന്നുള്ള ഓക്സിലറി കൊടുക്കണം, പിന്നെ വെർബിന്റെ ING ഫോം കൊടുക്കണം. ഇങ്ങനെ റൂൾസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാനൊരു ഉദാഹരണം പറയും. അഥവാ ഐ ആം ടീച്ചിങ്, ഷീ ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇൻഡക്റ്റീവ് മെത്തേഡില്. ഡിഡക്റ്റീവ് ആകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കുറെ ഉദാഹരണങ്ങൾ പറയും. ഐ ആം ടീച്ചിങ്, യു ആർ ലിസണിങ്, ദേ ആർ റണ്ണിങ്, ഷീ ഈസ് വാച്ചിങ് എന്തുകൊണ്ട് പറയും? ഇതിലൊക്കെ കോമൺ ആയിട്ട് എന്താ ഉള്ളത് ചോദിക്കാം. ഒരു പറയും ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, പിന്നെ വെർബിന്റെ ING ഫോം ഉണ്ട്. ഇങ്ങനെ കുറെ കാണുമ്പോൾ ഇത് മനസ്സിലാവും അല്ലേ?
അപ്പൊ കുട്ടിയോട് പറയാം ഇത് സബ്ജക്റ്റ് ആണ്, ഇത് ഓക്സിലറി ആണ്, ഇത് വെർബിന്റെ ing ഫോം ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോർമാറ്റാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നിയമം അവസാനം പഠിപ്പിക്കുള്ളൂ. ഓക്കെ, അതാണ് ഇൻഡക്റ്റീവ്. ഡിഡക്റ്റീവ്. ഡിഡക്റ്റീവ്. ഓക്കെ ഓക്കെ. ദെൻ ടീച്ചിങ് വിത്ത് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അഥവാ ടീച്ചർ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യണം. അഡോപ്റ്റിംഗ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് ടെക്നിക് ഇൻ ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ലേണിംഗ്. ടീച്ചിങ് ടെക്നിക്സ് ഉപയോഗിക്കണം. നേരത്തെ ഇതൊക്കെ പറഞ്ഞ പോയിന്റ്സാ, അതുകൊണ്ട് ഒന്നും ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ യൂസിങ് സൂട്ടബിൾ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ്, ദാറ്റ് മീൻസ് ലേണിംഗ് എയ്ഡ്സ്, ടീച്ചിങ് എയ്ഡ്സ് ടീച്ചർ ഉപയോഗിക്കണം. ദെൻ മോട്ടിവേറ്റിംഗ് ദ സ്റ്റുഡൻസ്, ഇതൊക്കെ നേരത്തെ വന്നതാണ് കേട്ടോ, അതൊക്കെ റിപ്പീറ്റിംഗ് ആണ്. കീപ്പിംഗ് ലേണേഴ്സ് പാർട്ടിസിപ്പേഷൻ, അത് നേരത്തെ വന്നതാണ്. ഹാവിംഗ് എഫിഷ്യന്റ് ക്ലാസ് റൂം മാനേജ്മെന്റ്, നേരത്തെ വന്നതാണ്. ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് അച്ചീവ്മെന്റ് ഇൻ ലേണിംഗ്, അത് നേരത്തെ വന്നതാണ്. പ്രൊവൈഡിംഗ് ഫീഡ്ബാക്ക്, ഓക്കെ, ഇതൊക്കെ നേരത്തെ വന്നതാണ്. ദെൻ ഹാവിംഗ് ടെക്നോളജിക്കൽ നോളജ്, ടീച്ചർക്ക് നിർബന്ധമായും ടെക്നോളജി അറിയണം, വേണ്ടേ? ഇന്നത്തെ കാലത്ത് ICT ഓറിയന്റഡ് ക്ലാസ് റൂമാണ്, സ്മാർട്ട് ക്ലാസ് റൂമിന്റെ കാലഘട്ടമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ എ ടീച്ചർ ഷുഡ് ഹാവ് ടെക്നോളജിക്കൽ നോളജ്. ഓക്കെ, ടെക്നോളജി, ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിക്കൽ ടൂൾസ് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയണം, PPT ഉണ്ടാക്കാൻ അറിയണം, പ്രൊജക്ടർ ഉപയോഗിക്കാൻ അറിയണം, പിന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ അറിയണം, ഓഡിയോ കട്ട് ചെയ്യാനും അത് മിക്സ് ചെയ്യാനും അറിയണം, വീഡിയോ എഡിറ്റിംഗ് അറിയണം. ഇങ്ങനെ എല്ലാ സംഭവങ്ങളും അറിഞ്ഞാലാണ് ആക്ച്വലി ടെക്നോളജിക്കൽ നോളജ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ടെക്നോളജിക്കൽ നോളജ് ഈസ് നെസസറി ഫോർ എവറി ടീച്ചർ ടു പ്രോസസ് ദ നോളജ് അബൌട്ട് ദ എഡ്യൂക്കേഷണൽ ടെക്നോളജീസ്. അപ്പൊ എല്ലാവർക്കും എന്ത് വേണം, ടെക്നോളജിക്കൽ നോളജ് നിർബന്ധമായും ഉണ്ടാവണം. ഓക്കെ, 4 പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ടീച്ചിങ്ങിനെ ഒരു പ്രൊഫഷൻ ആക്കാൻ വേണ്ടിയുള്ള ആറ്റിറ്റ്യൂഡ്, ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്സ് ആണ് ടീച്ചറുടെ. അതിൽ ഒരു 10ഓളം പോയിന്റുകൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, എയിംസ് ഡെവലപ്പിംഗ് ദ ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് ഓൾ സ്റ്റുഡൻസ്, അഥവാ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യാം, അതിലൂടെ സ്റ്റുഡൻസിന്റെ പേഴ്സണാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാം. 2, ടീച്ചർ ഷുഡ് ഹാവ് എക്സംപ്ലറി ക്യാരക്ടർ, അഥവാ റോൾ മോഡൽ ആകാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ടീച്ചർക്ക് ഉണ്ടാവുക. സെൻസ് ഓഫ് ഡെഡിക്കേഷൻ, അല്ലെ, ഡെഡിക്കേറ്റഡ് ആവുക. പ്ലസന്റ് വേ ഓഫ് ബിഹേവിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി ഭയങ്കര സന്തോഷത്തിൽ പ്ലസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുക. ദെൻ പെർസവറൻസ്, എന്താ പെർസവറൻസ് ആണല്ലോ അറിയോ? കേട്ടണോ പെർസവറൻസ്? ഓക്കെ, എത്രയേ ഉള്ളൂ, കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് ആണ്. ഓക്കെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പോരാ, അത് കണ്ടിന്യൂസ് ആവണല്ലോ. 1-2 ദിവസം ഭയങ്കരമായി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, പിന്നെ അത് വിട്ടേച്ച് പോയാൽ പെർസവറൻസ് അല്ല. ഓക്കെ, കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് നമുക്ക് ഉണ്ടാവണം. 3, ടീച്ചർ ഷുഡ് പേ മോർ അറ്റൻഷൻ ടു സ്റ്റുഡൻസ് ഹു ആർ ട്രെയിലിംഗ് ബിഹൈൻഡ് ഇൻ ലേണിംഗ്, അഥവാ ലേണിങ്ങിന് സഫർ ചെയ്യുന്ന കുട്ടികളിലേക്ക് മോർ അറ്റൻഷൻ കൊടുക്കാൻ ടീച്ചർക്ക് പറ്റണം. 4, relentless service to develop human resource and make the country prosperous. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി ഏറ്റെടുക്കണം, ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ഒരു ടീച്ചർക്ക് പറ്റണം. 5, ടീച്ചർ ഷുഡ് കണ്ടിന്യൂ ടു റിഫൈൻ ഹിസ് ടെക്നിക്സ്, ടീച്ചറുടെ ടെക്നിക്സ് എന്ത് ചെയ്യണം, റിഫൈൻ ചെയ്ത് കൊടുക്കണം, പുതുക്കിക്കൊടുക്കണം, അല്ലേ? എല്ലാ കൊല്ലവും എല്ലാ ക്ലാസ്സിലും ഒരേപോലെ പറ്റില്ല, അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. 6, മിയർ ബുക്കിഷ് നോളജ് ഇസ് നോട്ട് ഇനഫ്, വെറും ബുക്ക് എന്നുള്ള അറിവ് മാത്രം പോരാ, മൾട്ടി ഫേസ്ഡ് സ്കിൽസ് ആർ നെസസറി. ഒരു ടീച്ചറെ സംബന്ധിച്ച് ടീച്ചർ ഷുഡ് ബി എ ഡാൻസർ, ടീച്ചർ ഷുഡ് ബി എ സിംഗർ, ടീച്ചർ ഷുഡ് ബി എ സ്റ്റോറി സെല്ലർ, ടീച്ചർ ഷുഡ് ബി എ ഡെമോൺസ്ട്രേറ്റർ, ടീച്ചർ ഷുഡ് ബി എ മജീഷ്യൻ. എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടോ? അത്യാവശ്യം അങ്ങനെ ചിന്തിച്ചാൽ മതി. അത്യാവശ്യം വന്നാൽ പാട്ട് പാടുവോ, അത്യാവശ്യം വന്നാൽ കഥ പറയോ, അത്യാവശ്യം വന്നാൽ ഡാൻസ് കളിക്കുവോ, അത്യാവശ്യം വന്നാൽ ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കാൻ കഴിയോ, അത്യാവശ്യം വന്നാൽ അവർക്ക് എന്താ പറയാ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചെടുക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഡ്രോയിങ് ഡെവലപ്പ് ചെയ്യണം, ഹാൻഡ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യണം. ഈ സമയത്ത് റെക്കോർഡിങ്ങിന് വേണ്ടല്ലോ. ദെൻ ഞാൻ പാടി തരണേട്ടോ നമുക്ക് ഒരു പാട്ട്. പിന്നെ ബുക്കിഷ് നോളജ് പോരാ എന്നാണ് പറഞ്ഞത്. സോ ട്രീറ്റ് എവരി വൺ ഈക്വലി, എല്ലാവരെയും ഈക്വൽ ആയി കാണാൻ പറ്റുക. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് സ്കിൽ. 8, ടീച്ചർ ഷുഡ് നോട്ട് ലിമിറ്റ് വിത്ത് ദംസെൽവ്സ് ഓൺലി ടു എഡ്യൂക്കേഷൻ റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്.
ഞാൻ ടീച്ചറാണ്, ഞാൻ പഠിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ, ക്ലാസ്സിൽ കയറുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്തൊക്കെ ടീച്ചർ ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ കാര്യങ്ങൾ മാത്രമല്ല, ചിലപ്പോ മെസ്സിലാളില്ലെങ്കിൽ അവിടെ പോകേണ്ടി വരും, അല്ലെ, ക്ലീനിങ്ങിന് ആളില്ലെങ്കിൽ അവിടെ പോകേണ്ടി വരും. അങ്ങനെ എല്ലാതും ചെയ്യാൻ നമ്മൾ റെഡി ആവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോർ. അതുപോലെ തന്നെ റിയലൈസ് എത്തിക്കൽ നോംസ് ഓഫ് പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട്. പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട് ഒരു ടീച്ചർ ശ്രദ്ധിക്കേണ്ട പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ടീച്ചർ ഏത് വസ്ത്രം ധരിക്കണം? ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ പറഞ്ഞാൽ പോരെ. എങ്ങനെ നടക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യണല്ല. 10 ടീച്ചേഴ്സ് വസ്ത്രത്തിന്റെ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ നടക്കണം, സ്പീഡായിട്ട് പറഞ്ഞിരിക്കണം സാറേ. പറഞ്ഞിക്കണേ. ടീച്ചർ ഷുഡ് ബി ഷൈനിങ് ടീച്ചേഴ്സിന്റെ ആയിരുന്നു, ഒരു പ്രൊഫഷണലിന്റെ അങ്ങനെ ആയിരുന്നില്ലേ? എനിക്ക് ഓർമ്മയില്ല. ടീച്ചറിന്റെ അല്ലേ? എനിക്ക് ഓർമ്മയില്ല. ഓക്കെ. അഥവാ ടീച്ചർ ഷുഡ് ബി എ റോൾ മോഡൽ. പറഞ്ഞു കൊടുത്തില്ല. ഇനി ആർക്കും പറയാം, ഒരു പ്രാവശ്യം പറയാൻ പാടുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞ വാല്യൂ പോകും. അറിയില്ല, കണ്ടന്റ് ഓർമ്മയുണ്ട്, എവിടെയോ പറഞ്ഞെന്ന് ഓർമ്മയില്ല. ഇത് എന്നോട് ചോദിക്ക്, പേഴ്സണലായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ വേറെ ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ആലോചിച്ച് കണ്ടെടുക്കുക, സെർച്ച് ചെയ്യ്. അങ്ങനത്തെ അല്ല, എൻക്വയറി ലേണിംഗ്. ഓക്കെ ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്നാ എനിക്ക് അറിയണ്ട അല്ലേ? വേണ്ട വേണ്ട. ഓക്കെ. 5 ഹാവിങ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്. അഥവാ നമുക്കല്ലേ ഒരു ടീച്ചർ എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസ് എടുത്തതിനെ കുറിച്ചൊരു റിഫ്ലക്ഷൻ നടത്തണം. ഓക്കെ. സോ ഹി ഷുഡ് റിഫ്ലക്ട് ഓൺ ഹിസ് ഓൺ ടീച്ചിങ്. എന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ വിലയിരുത്തണം. റൈറ്റ്. ദെൻ ഹൗ ടു ഡെലിവർ ദ കോണ്ടന്റ് ഇൻ ബെറ്റർ വേ. ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിൽ അത് ഞാൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം. ദെൻ യൂസിങ് ഡിഫറെന്റ് ടെക്നിക്സ് ആൻഡ് ടെക്നോളജീസ്. എന്തൊക്കെ ഇനി ഞാൻ കൂടുതൽ ഉപയോഗിക്കാം, എനിക്ക് ഇനി ആ മേഖലയിലൊക്കെ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആവശ്യമാണ് എന്നൊക്കെ ടീച്ചർ എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഞങ്ങൾ സാധാരണ പറയാറുണ്ട് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ, റിഫ്ലക്ഷൻ ഓഫ് ആക്ഷൻ, റിഫ്ലക്ഷൻ ഫോർ ആക്ഷൻ. ഇങ്ങനെ 3 റിഫ്ലക്ഷനെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ക്ലാസ്സിൽ? ഇല്ല സർ. എന്നാ പിന്നെ ഇനി പറഞ്ഞോളല്ലോ അല്ലെ. റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ, നമ്മളിപ്പോ ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ചിന്തിക്കുക. ഞാനിപ്പോ എന്താ ചെയ്തത്, ഞാൻ ചെയ്തത് കുട്ടികൾക്ക് മനസ്സിലായോ, അവർ സാറ്റിസ്ഫൈഡ് ആണോ, അതിനെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ. റിഫ്ലക്ഷൻ ഫോർ ആക്ഷൻ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ. അഥവാ പിന്നെ നാളെ ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കണം, ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇനി നാളെ ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. റിഫ്ലക്ഷൻ ഓഫ് ആക്ഷൻ. റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ ശരിക്കും വെച്ചാല് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചിന്തിക്കും അല്ലെ. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ തോന്നിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കൊടുക്കണല്ലേ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവോ, കേൾക്കുന്നുണ്ടാകുമോ, നിങ്ങൾ ഇനി വേറെ എക്സാമ്പിൾസ് പറയണോ, അങ്ങനെ ഇങ്ങനെ പറയണില്ലേ ഞാൻ. ഇപ്പൊ നേരത്തെ ആ ഇൻഡക്റ്റീവ് ഡയറക്റ്റീവ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇത് എന്തെങ്കിലും കൂടുതൽ എക്സാമ്പിൾസ് വേണോ എന്നൊക്കെ ഞാൻ ചോദിച്ചില്ലേ. അത് ചോദിക്കണ കാരണം എന്താ? റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ ആണ്. വളക്കന് മൂഡ്. അത് നിങ്ങൾക്ക് മനസ്സിലായിക്കണോ ഇല്ലേ എന്നുള്ളത് ഉറപ്പിരുത്തല്ലേ. അതെ അതെ അതെ. ഇത് തെറ്റിപ്പോലട്ടോ, തമാശക്ക് പറഞ്ഞതാണ്. അപ്പം പിന്നെ റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ. ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോ ഇപ്പൊ ഞാനിങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ പിന്നെ ഈ ഒരു സ്പീഡ് കുറക്കണോ കൂട്ടണോ, സൗണ്ട് ഇനി കൂട്ടണോ കുറക്കണോ, അല്ലെങ്കിൽ എന്റെ പൊസിഷൻ മാറ്റണോ, അങ്ങനെയുള്ള ഒന്നൊരു സ്പീഡ് ആക്കണോ, അടുത്തൊരു പോയിന്റിൽ പറയണോ, ഇങ്ങനെ കുറെ റിഫ്ലക്ഷൻസ് ഇങ്ങനെ എന്റെ മൈൻഡിലൂടെ കടന്നു പോയിക്കൊണ്ടിട്ടുണ്ടാവും. റൈറ്റ്. അതാണ് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് റിഫ്ലക്ഷൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഈ ഒരു PPT ഇങ്ങനെ ക്ലോസ് ചെയ്യൂലേ, നമ്മള് ഇന്നിപ്പോ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിന്, അത് നന്നായോ, അതല്ല അത്ര പ്രതീക്ഷ പോലെ എടുക്കാൻ പറ്റിയില്ലേ, ഉറക്കം തൂങ്ങിയോ ഇല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യം കുറിച്ച് നമ്മൾ ചിന്തിക്കും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാം. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല കേട്ടോ, ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ആ ഒരു മേഖലയുടെ കഴിഞ്ഞിട്ടോ. ഇനി റീസൺസ് ഫോർ കൺസിഡറിങ് ടീച്ചിങ് ആസ് എൻ ഇമ്പോർട്ടന്റ് പ്രൊഫഷൻ. എന്തുകൊണ്ട് നമ്മൾ ടീച്ചിങ്ങിനെ ഒരു ഇമ്പോർട്ടന്റ് പ്രൊഫഷനായി കാണുന്നു. ഓക്കെ. അതിനുള്ള കുറച്ച് റീസൺസ് ആണ്. ഒന്ന്, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് വെറുതെ നമ്മൾ പറയില്ലേ, ഏതെങ്കിലും അണ്ടനോ അടങ്ങോണ്ടൊന്നും വന്ന് ടീച്ചറാൻ പറ്റൂല അല്ലേ? പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് പറയും, നിങ്ങൾക്ക് BEd ഉണ്ടോ, PG ഉണ്ടോ, സെറ്റ് ഉണ്ടോ, കേട്ടിട്ട് ഉണ്ടോ,
ഇങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കൂലേ? അതെ സർ. കേട്ടിട്ടൊക്കെ നിങ്ങൾ എഴുതാന് പ്രിപ്പയർ ചെയ്യണില്ലേ? കേട്ടിട്ട് ഞങ്ങൾക്ക് പറ്റൂ. ഐ മീൻ ഇത് കഴിയണ്ടേ? തേർഡ് സെം ആയാൽ മതി. തേർഡ് സെം ആയാല് ഫസ്റ്റത്തെ ചാൻസ് ആണ്. കേട്ടിട്ട് കാറ്റഗറി ഏതെഴുതണം? 1 എഴുതാൻ പറ്റില്ല. ഹൈസ്കൂൾ അല്ലേ? UP ആൻഡ് ഹൈസ്കൂൾ എഴുതാ. കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3 കേട്ടോ. സെക്കൻഡ് സെം പൂർത്തിയായാല് തേർഡ് സെം കിടന്നാല് തേർഡ് സെം രജിസ്റ്റർ ചെയ്താല് വരുന്ന കാറ്റഗറി എഴുതണം കേട്ടോ. ഓക്കെ സർ. അപ്പൊ കാറ്റഗറി 1 ആർക്ക് എഴുതാൻ പറ്റുക? കാറ്റഗറി 1 കാറ്റഗറി 1 LP ആണ്. അതായത് DLED എടുത്തത്. DLED ആളുകൾക്ക് LP സ്കൂൾ ഒക്കെയാണ് കാറ്റഗറി 1. 2 UP ആണ്. നമുക്ക് എഴുതാം. അതുപോലെ തന്നെ DLED ആർക്ക് എഴുതാം. അപ്പൊ നമ്മൾ ഈ കൊമേഴ്സുകാർക്ക് ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവും. കോമേഴ്സിന് സെറ്റ് ആണ് സർ. അവർക്ക് സെറ്റ് എഴുതാം. സെറ്റല്ലേ ഉണ്ടാവും. ഈ കേട്ടക്ക് എന്നുള്ള സംഭവം ഇല്ലല്ലോ? ഉണ്ടോ? കോമേഴ്സിന് ഉണ്ടാവില്ല. സെറ്റ് എഴുതാം. അതുപോലെ നെറ്റ് എക്സാമോ? നെറ്റ് നമ്മള് നെറ്റ് എഴുതാം. നെറ്റ് കോളേജ് പ്രൊഫഷണൽ അല്ലേ? അത് ഞാൻ എഴുതിയത് അങ്ങനെ ഉണ്ട്. നെറ്റ് എഴുതിയാൽ കോളേജ് മാത്രമല്ല അതിന്റെ അണ്ടറിലുള്ളതിലൊക്കെ വർക്ക് ചെയ്യാലോ. അല്ല സ്കൂളില് സെറ്റ് തന്നെ വേണ്ടേ? നെറ്റ് മതി. നെറ്റ് മതി എന്നാണോ? മുകളിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ താഴെയുള്ളത് വേണ്ട. സെറ്റ് വേണ്ട. സെറ്റ് വേണ്ട. ഓക്കെ. അപ്പൊ ഒന്ന് നമ്മളെ എന്തുകൊണ്ട് ടീച്ചിങ്ങിന് ഒരു ഇമ്പോർട്ടന്റ് പ്രൊഫഷനെ കാണുന്നു? കാരണം ഒന്ന് നിർബന്ധമായിട്ട് എന്ത് വേണം? ക്വാളിഫൈഡ് ആയ ആളുകൾക്കാണ് നമുക്ക് ബിക്കം ടീച്ചേഴ്സ്. ഓക്കെ. ദെൻ എഡ്യൂക്കേഷൻ എംബഡീസ് ദ സ്പെഷ്യൽ ട്രെയിനിങ് മീൻ ഫോർ ടീച്ചിങ് ജോബ്. നമുക്കറിയാം നമ്മൾ പ്രത്യേക ട്രെയിൻഡ് ആയിട്ടാണ് വരുന്നത് അല്ലെ? ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചും ടെക്നിക്സിനെ കുറിച്ചിട്ടും ആക്ടിവിറ്റി പ്ലാൻസിനെ കുറിച്ചിട്ടും സ്കിൽസും ക്ലാസ് മാനേജ്മെന്റും ഒക്കെ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രൊഫഷൻ. 3 സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ടുവേർഡ് ദ പാരന്റ്സ് ആൻഡ് സൊസൈറ്റി. നമ്മളെ സംബന്ധിച്ച് ഇത് ജോലി മാത്രമല്ല, പാരന്റ്സിനെയും സൊസൈറ്റിക്കുള്ള നമുക്ക് എന്തുണ്ട്? സ്പെഷ്യൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ? കുറെ എക്സ്പെക്ടേഷൻസ് നമ്മുടെ മുകളിൽ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രൊഫഷൻ. 4 ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ടു റിന്യൂ ദിയർ സബ്ജക്ട് നോളജ്. നമുക്ക് ഒരു പ്രാവശ്യം പഠിച്ചാൽ അതെടുത്ത് ആ ഒരു നോളജ് വെച്ചിട്ട് എന്നും വർക്ക് ചെയ്യാൻ പറ്റൂല അല്ലേ? ഇപ്പൊ നിങ്ങൾ 2024 ഒക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇനി നിങ്ങൾ പഠിപ്പിക്കാൻ പോണത് 2035 2050 വരുന്ന കുട്ടികളാണ്. അവര് ഏത് തരത്തിലാണ് വരാൻ പോണെന്നുള്ള നമുക്ക് ഒരു ഐഡിയ ഇല്ല. സോ വി ഷുഡ് ബി അപ്ഡേറ്റഡ്. അതുകൊണ്ട് നമ്മൾ പ്രൊഫഷൻ എന്താണ്? ഇമ്പോർട്ടന്റ് പ്രൊഫഷൻ ആണ്. അതുപോലെ തന്നെ ഹൗ ടു വർക്ക് ഇൻ കോപ്പറേഷൻ വിത്ത് ഫെലോ ടീച്ചേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. എല്ലാവരുമായിട്ട് നമുക്കൊരു കോഓപ്പറേഷൻ ആവശ്യമാണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. എനിക്ക് ഇന്റെ ജോലി, ഇന്റെ പ്രൊഫഷൻ, ഇന്റെ ലൈഫ്, ഇന്റെ സാലറി അങ്ങനെ ഒരിക്കലും പറയാന് നമ്മുടെ പ്രൊഫഷന് പറ്റൂല. ദെൻ ഹാവ് ടു റിഫ്ലക്ട് അപ്പോൺ ദർ ടീച്ചിങ് പെർഫോമൻസ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടീച്ചിങ്ങിൽ റിഫ്ലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണം. സോ ഇറ്റ് ഈസ് that is why it is called or it is considered as an important profession. എനിക്ക് ഒരു 4-5 പോയിന്റ് പറഞ്ഞു. കിട്ടിയോ? ഒന്ന് ക്വാളിഫിക്കേഷൻ വേണം, ട്രെയിൻഡ് ആണ് നമ്മൾ. അതുപോലെ തന്നെ സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമുക്ക് നമ്മുടെ നോളജ് റിന്യൂ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോപ്പറേഷൻ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ റിഫ്ലക്ഷൻ അത്യാവശ്യമാണ്. ഇങ്ങനെ 5-6 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ദെൻ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ്. ശരിക്കും ഈ പ്രൊഫഷണൽ നമ്മളല്ലേ ആദ്യം ട്രെയിൻഡ് ടീച്ചേഴ്സ്, അപ്പൊ നിങ്ങൾ ട്രെയിനിങ് ടീച്ചേഴ്സ് ആണ്, ആക്ച്വലി ടീച്ചർ ട്രെയിനീസ് ആണ്. ഇനി നമ്മൾ പ്രൊഫഷണൽസ് ആവും. പ്രൊഫഷണൽസ് ആയി നമ്മൾ സർക്കാർ ജോലി കിട്ടി അല്ലെങ്കിൽ നമ്മൾ ടീച്ചറായി, അവിടെയും നമ്മൾ എന്ത് ചെയ്യണില്ല? ഈ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നമ്മൾ നിർത്തുന്നില്ല. കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. നമുക്കറിയാം സർക്കാർ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നവര് റിട്ടയർഡ് ആവാൻ തലേ ആഴ്ച അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ക്ലസ്റ്ററിന് പോയിട്ടുണ്ടാവും ഇല്ലേ? ക്ലസ്റ്റർ എല്ലാവരും പങ്കെടുക്കണ്ടേ? ട്രെയിനിങ് പോകുന്നതല്ലേ? അതെ. എന്തിനാ ഈ 10-40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചർ വീണ്ടും ഒരു പ്രാക്ടീസിന് പോണത്? അത് പുതിയ കാര്യങ്ങൾ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുമല്ലോ ഓരോ കാര്യത്തിന്. സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്, സ്റ്റുഡൻസിൽ അപ്ഡേഷൻ ഉണ്ട്, കരിക്കുലത്തിൽ അപ്ഡേഷൻ ഉണ്ട്, ടീച്ചിങ് സ്ട്രാറ്റജിയിൽ അപ്ഡേഷൻ ഉണ്ട്, എല്ലാത്തിലും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും അല്ലേ? സോ അവരെന്ത് ചെയ്യണം? അതിനെ കുറിച്ച് പഠിക്കണം. സോ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നാട്ടോ ഈ ഒരു നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന്റെ പേര്. പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഇങ്ങനെ തുടർന്ന് പോകണം. ഓക്കെ. സോ അതിനുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആദ്യം പറയുന്നത്.
ജനറലി അസോസിയേറ്റഡ് വിത്ത് ഫോർമൽ ക്ലാസ്സസ്, സെമിനാർ, വർക്ക്ഷോപ്സ് എക്സെട്ര. ഈ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും സെമിനാറുകളിലും കോൺഫറൻസുകളിലും വർക്ക്ഷോപ്പുകളിലും ഒക്കെ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ സീക്ക് ടു ഇൻക്രീസ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടീച്ചിങ് ആൻഡ് ഫർദർ ഹിസ് ടീച്ചിങ് കരിയർ. നിർബന്ധമായിട്ടും നമ്മുടെ ഒരു ടീച്ചിങ്ങിനെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതിനെ കുറിച്ച് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി എയ്തർ മാൻഡറ്ററി ഓർ വളണ്ടറി പെർസ്യൂട്ട്. പലപ്പോഴും അത് മാൻഡറ്ററി ആയിരിക്കും. അഥവാ സർക്കാർ മേഖലയിലൊക്കെ അത് മാൻഡറ്ററി ആണ്. എന്നാൽ പ്രൈവറ്റ് മേഖലയിൽ അത് പലപ്പോഴും വളണ്ടറി ആയിരിക്കും. നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കുണ്ട് എന്നുള്ളിടത്തൊക്കെ ആയിരിക്കും. ദെൻ പ്രോഗ്രാംസ് ആർ ഫണ്ടഡ് വിത്ത് ഗവൺമെന്റ് ഗ്രാൻസ്. പലപ്പോഴും ഗവൺമെന്റിന്റെ എല്ലാ പ്രോഗ്രാമുകളും അവരാണ് എന്ത് ചെയ്യണത്, അതിനുള്ള വേണ്ട ഫണ്ടൊക്കെ കൊടുക്കുന്നത്. പ്രൈവറ്റ് ഏജൻസീസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഫണ്ട് കണ്ടെത്തണം. ശരിക്കും സർക്കാർ എന്താ ചെയ്യേണ്ടത് വെച്ചാല് എല്ലാ ടീച്ചേഴ്സിനും എന്ത് കൊടുക്കണം? കമ്പൽസറി ആയിട്ട് എല്ലാ വർഷവും ട്രെയിനിങ് കൊടുക്കണം. അല്ലെ? ശരിക്കും അങ്ങനെ തന്നെ വേണ്ടേ? വേണ്ടേ? ഹലോ, വേണം. ഓ, ഒരു വേണമെന്ന് പറയാനാണോ ഞാൻ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തത്? വേണ്ടെങ്കിൽ വേണ്ട പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ തോന്നുന്നു ആലോചിക്കണേ, എല്ലാ വർഷവും അതിന് പോകണ്ടേ, അതിന് ബസ്സിന് പൈസ കൊടുക്കണ്ടേ, അതാണോ? അത് പറഞ്ഞു പെട്ടോന്ന് വിചാരിച്ചിട്ടാണ് ആരൊന്നും മിണ്ടാഞ്ഞേ. അല്ല, ഗവൺമെന്റ് ഫണ്ട് ചെയ്യണേ. ഗവൺമെന്റ് ചെലവില് എല്ലാ ടീച്ചേഴ്സും എല്ലാ വർഷവും എന്ത് കൊടുക്കണം? സെമിനാറുകളും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളും കൊടുക്കണം. എന്തെങ്കിലും മൊത്തം എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ആവും അല്ലേ? കോളേജിലൊക്കെ കൊടുക്കുന്നുണ്ട്. ആ, അതെ അതെ. പിന്നെ ലേണിംഗ് ന്യൂ ടീച്ചിങ് ടെക്നിക്സ്. പുതിയ ടീച്ചിങ് ടെക്നിക്സ് ഒക്കെ എന്ത് ചെയ്യണം? എല്ലാവരും പഠിക്കണം. അതുപോലെ തന്നെ ജനറൽ സ്കില്ലുകളൊക്കെ ഇമ്പ്രൂവ് ആകണം. സോ അതിനുവേണ്ടി ഒരു കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള സംഭവത്തിലേക്ക് നമ്മൾ എത്തണം. ദെൻ അതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ആണ്. ടീച്ചിങ് ടെക്നിക്സ് വിച്ച് were considered as best practices several years ago may become irrelevant in the present day. അല്ലേ? കഴിഞ്ഞ 10 വർഷം മുമ്പ് നമ്മൾ അടിപൊളി ടീച്ചിങ് ആണെന്ന് പറഞ്ഞ ഒരാളെ ഇപ്പൊ നമ്മൾ എന്ത് പറയും? ചിലപ്പോ പോരാ, അതാ കണ്ടത് തന്നെയാണ്, പറഞ്ഞു തന്നെയാണ് എന്ന് പറയാനുള്ള സാധ്യത ഉണ്ട്. അപ്ഡേറ്റഡ് അല്ല എന്ന് പറയും. കാരണം പണ്ട് ബിഹേവിയർസ് ആണ്, അന്ന് ലെക്ചറിങ് ആയിരിക്കും ഭയങ്കര അടിപൊളി. ഇപ്പൊ ഇന്നത്തെ കാലത്ത് വന്നിട്ട് ഒരുപാട് ലെക്ചർ നമ്മൾ പറയും, എടാ പൊട്ട, അത്ര പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, കുട്ടികൾ കണ്ടെത്തി പഠിക്കട്ടെ, അതാണ് ഇന്നത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില സബ്ജക്റ്റുകൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നഷ്ടമായിട്ടുണ്ടാവും. ചില ഏരിയസ് നമ്മൾ കട്ട് ചെയ്യും, ചില നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ചില സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകും. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യണം. അതേപോലെ ടീച്ചേഴ്സ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിൽ ഇൻ സർവീസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ്. അഥവാ എന്ത് ഇൻ സർവീസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മൾ ക്ലസ്റ്റർ പോലുള്ള സർവീസിൽ ഇരിക്കെ ഒരാളുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ളതാണ് സെമിനാറുകൾ, റിഫ്രഷർ കോഴ്സുകൾ, വർക്ക്ഷോപ്പ്, കോൺഫറൻസ്, സ്റ്റഡി ഗ്രൂപ്പ്, സ്റ്റഡി സെന്റർ ഫോർ പ്രൊഫഷണൽ റൈറ്റിംഗ്, എക്സ്പെരിമെന്റൽ സ്കൂൾസ്, ഇങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ. സെമിനാർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു ടോപ്പിക്കിന്മേൽ ഒരാൾ എന്ത് ചെയ്യും? സെമിനാർ റിപ്പോർട്ട് അവതരിപ്പിക്കും, വേറെ ആളുകൾ അത് കേട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കും. റിഫ്രഷേഴ്സ് കോഴ്സുകൾ അഥവാ ടീച്ചേഴ്സിന് അവരുടെ തോട്ട്സും അവരുടെ കോൺസെപ്റ്റുകളും റിഫ്രഷ് ചെയ്യുക, പുതിയ തോട്ട്സ് കിട്ടാൻ വേണ്ട ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെയാണ് റിഫ്രഷേഴ്സ് കോഴ്സിന്റെ ഭാഗമായിട്ട് വരിക. ദെൻ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വരും, അവരിങ്ങനെ പാർട്ടായിട്ട് സബ്ജക്റ്റുകൾ ഡിവൈഡ് ചെയ്യും, അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയും, നിർദ്ദേശങ്ങൾ പറയും, എക്സ്പേർട്ടുകൾ ഉണ്ടാകും, അവരുടെ വ്യൂ പറയും. അങ്ങനെ ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ പഠിക്കും. ദെൻ കോൺഫറൻസുകൾ അതേപോലെ അങ്ങനെ തന്നെയാണ്. ഏകദേശം സെയിം താല്പര്യങ്ങളുള്ള സെയിം ഇൻട്രസ്റ്റഡ് ആയ ആളുകൾ വരും, അവരെന്ത് ചെയ്യും? പരസ്പരം അവരുടെ ആശയങ്ങൾ ഷെയർ ചെയ്യും. സ്റ്റഡി ഗ്രൂപ്പും ഏകദേശം ഒരു വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ആണ്, സെയിം സബ്ജക്ട് സെയിം ഫീൽഡിലുള്ള ആളുകൾ ഒരുമിച്ച് വന്നിട്ട് ഗ്രൂപ്പായിരുന്നു എന്ത് ചെയ്യാണ്? ഒരു കൊളാബറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ഇംപ്രൂവ്മെന്റ് അവർ കൊണ്ടുവരികയാണ്. ദെൻ സ്റ്റഡി സെന്റർ ഫോർ പ്രൊഫഷണൽ റൈറ്റിംഗ്. പ്രൊഫഷണൽ റൈറ്റിങ്ങിലുള്ള എഴുത്തുകൾ, ഇപ്പൊ ലെറ്റർ എഴുതാന്, എസ്സേ റൈറ്റിംഗ്, കോണ്ടന്റ് റൈറ്റിംഗ്, തീസിസ് പ്രിപ്പറേഷന്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദെൻ എക്സ്പെരിമെന്റൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കൽ നോളജിനെ പ്രാക്ടിക്കലൈസ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എക്സ്പെരിമെന്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യണം വേണ്ട എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റൽ സ്കൂൾസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായി നമ്മൾ പങ്കെടുക്കണം, അതൊക്കെ ഓർഗനൈസ് ചെയ്യണം. ദെൻ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ
അഫിലിയേറ്റഡ് ടു NCERT അഥവാ റീജിയണൽ കോളേജുകൾ അത്തരത്തിലുള്ള അഥവാ അവർക്ക് എന്ത് ചെയ്യാണ് കൂടുതൽ ടീച്ചേഴ്സ് ഉണ്ടാകുന്നു, അവിടെ അവര് പിന്നെ ഗ്യാദർ ചെയ്യുന്നു. അതുപോലെ തന്നെ സമ്മർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, സമ്മർ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മീൻസ് ഒഴിവ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ വെക്കേഷനിലുള്ള ഇവർക്കുള്ള ട്രെയിനിങ്ങുകൾ, അത്തരം കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യണം. കറസ്പോണ്ടന്റ് കോഴ്സ് അഥവാ ടീച്ചിങ് പഠിപ്പിക്കാൻ വേണ്ട കോഴ്സുകൾ, ചെറിയ ചെറിയ ഡിപ്ലോമ കോഴ്സ് പോലുള്ള കോഴ്സുകൾ ടീച്ചേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതർ പ്രോഗ്രാംസ് ആണ് കൊടുത്തിട്ടാണ് എഡ്യൂക്കേഷണൽ ടൂർ, ഇടയ്ക്ക് ടൂറൊക്കെ പോകണം, റേഡിയോ ബ്രോഡ്കാസ്റ്റ്, ഫിലിം ഷോ, TV പ്രോഗ്രാംസ്, എക്സ്റ്റൻഷൻ ലെക്ചർ ഫോർ ടീച്ചേഴ്സിനെ എങ്ങനെ ലെക്ചർ ചെയ്യണമെന്ന് വേറെ കാണിച്ചു കൊടുക്കുക, എക്സിബിഷൻസ്, എക്സ്ചേഞ്ച് ഓഫ് ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ള കുറേ പ്രോഗ്രാംസ് നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ സർവീസ് പ്രോഗ്രാംസ് നടത്താം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നടത്താം. ഇനി ഇവിടെ നമ്മളെ ഇതിലുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കേട്ടോ പ്രൊവൈഡിങ് ഇൻ സർവീസ് ട്രെയിനിങ്. നമ്മുടെ നാട്ടിലുള്ള ഇൻ സർവീസ് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് എക്സ്റ്റൻഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ്, തമിഴ്നാട്ടിലുള്ള ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അവിടെ ഇത്തരത്തിൽ പ്രോഗ്രാംസ് കൊടുക്കുന്ന ഇൻ സർവീസ് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അഥവാ SCERT, അവിടെ ഒരുപാട് റിസർച്ചും ട്രെയിനിങ് നടന്നു നിൽക്കുന്ന നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ. ദെൻ സ്റ്റേറ്റ് അക്കാഡമിക് സ്റ്റാഫ് കൊളീഗ്സ്, ഹ്യൂമൻ റിസോഴ്സ് സെന്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സെന്ററുകൾ, അഥവാ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്, അക്കാഡമീഷ്യൻസിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഇൻ സർവീസ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ മനസ്സിലാക്കേണ്ടത്. ദെൻ ടീച്ചേഴ്സ് പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഈ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് 5-7. സോ ടീച്ചേഴ്സ് പ്രൊഫഷണൽ എത്തിക്സ് ആണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യുന്ന കുറെ സാധനങ്ങളാണ് കേട്ടോ. മോറൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാ പറയണേ, എത്തിക്കൽ റെസ്ട്രിക്ഷൻസ്, ഒരു എത്തിക്കൽ കോഡ്, അല്ലെ, ധാർമ്മികമായി ഒരു ടീച്ചർ ഫോളോ ചെയ്യേണ്ട രീതികൾ. എത്തിക്കൽ ബിഹേവിയർ ഫോർ ടീച്ചേഴ്സ് ഇസ് മാൻഡേറ്ററി ഓർ നെസസറി. ടീച്ചർ ഷുഡ് ബി കാം, പേഷ്യന്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ബൈ ടെമ്പറമെന്റ്, അഥവാ ടീച്ചർ വളരെ കാം ആയിരിക്കണം, അല്ലെ, പേഷ്യന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദ അക്കാഡമിക് അച്ചീവ്മെന്റ്സ് ഓഫ് ദ സ്റ്റുഡൻസ്. കുട്ടികൾ തോറ്റാലും ജയിച്ചാലും ടീച്ചർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അങ്ങനെ ഉണ്ടോ? തോറ്റാലും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം? ഹലോ, വേണല്ലോ. അതിന്റെ റീസൺ കാണിക്കണം. അത് അതിന് റെമഡിയൽ മെഷേഴ്സ് എടുക്കണം. അതെ അതെ അതെ. പണ്ടൊരു സ്കൂളിലെ അധ്യാപകന് അദ്ദേഹത്തിന്റെ കുട്ടികള് ഈ 10ാം ക്ലാസ്സോ എന്തൊക്കെയാണ്, അവര് സ്കൂളിന്റെ ചില്ല് എറിഞ്ഞൊടിച്ചു, അഥവാ എറിഞ്ഞു പൊട്ടിച്ചു. അത് വലിയ പ്രശ്നമായി. ഏത് ക്ലാസ് കുട്ടികളെ പിടിക്കപ്പെട്ടു. പിന്നെ അതൊരു വലിയ വിഷയമായി. ക്ലാസ് ടീച്ചറെ വിളിച്ചു, കുട്ടികളെ വിളിച്ചു. അങ്ങനെ ആ സമയത്ത് അവിടുത്തെ അധ്യാപകൻ ആണിത്ര ആദ്യം ആ സ്കൂളിൽ നിന്ന് രാജിവെച്ചത്. അപ്പൊ കുട്ടികളെ പുറത്താക്കണമെന്നുള്ള ചർച്ച വന്നപ്പോ ആ അധ്യാപകൻ പറഞ്ഞു അത്രേ, കുട്ടികളെ പുറത്താക്കല വേണ്ടത്, ഐ ആം ദ റെസ്പോൺസിബിൾ പേഴ്സൺ, സോ ലെറ്റ് മീ ലീവ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളൊരു സ്റ്റോറി കേൾക്കാം. അപ്പൊ അവിടെ പിന്നീട് ആ കുട്ടികൾ ഈ അധ്യാപകനെ മീറ്റ് ചെയ്യാണ്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ അന്നങ്ങനെ പോയത്, ഞങ്ങളല്ലേ തെറ്റ് ചെയ്തത്, ഞങ്ങളെ പുറത്താക്കി മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അധ്യാപകൻ പറഞ്ഞു അത്രേ, അതെന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, ഞാൻ നിങ്ങൾക്ക് നല്ല സ്വഭാവം പറഞ്ഞു തരുന്ന ആളായിരുന്നു, നിങ്ങൾക്കതിന് പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ലീവ് ചെയ്തു എന്നുള്ള ഒരു മെസ്സേജ് കേൾക്കാം. പിന്നെ അപ്പം കുട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് ശരിക്കും ഉത്തരവാദിത്തം ടീച്ചേഴ്സിനാണ് എന്നുള്ളതാണ് അതിനുള്ളൊരു മെസ്സേജ്. ഓക്കെ, ദെൻ ടീച്ചർ ഷുഡ് ബി എ ഗുഡ് റോൾ മോഡൽ ആൻഡ് ടീച്ചർ ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്ഥാപനത്തോട് നന്ദി ഉണ്ടാവണം, അല്ലെ. കുറെ ആളുകൾ അങ്ങനെ സ്വഭാവക്കാരുണ്ട്. നമ്മൾ വർക്ക് ചെയ്യും, സാലറി ഒക്കെ വാങ്ങും, എന്നിട്ട് അപ്പുറത്തൊക്കെ കൊണ്ടുപോയി കുറ്റം പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ സുഖമില്ല, ഇവിടെ അങ്ങനെ ഇവിടെ എങ്ങനെയാണ്, അല്ലേ, അങ്ങനെ ഉണ്ടാവല്ലേ? കണ്ടില്ല? ഉണ്ടാവുന്നല്ല, ഉണ്ട്. നമുക്ക് ഒരുപാട് അനുഭവങ്ങളാണ്. ദെൻ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിൽ ടീച്ചർ ഷുഡ് ഇൻവോൾവ് ഫുള്ളി. എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഫുള്ളി ഇൻവോൾവഡ് ആവണം. നമ്മളിങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി മാറി നിൽക്കാൻ പാടില്ല എന്നാണ്. അതുപോലെ ട്രീറ്റിംഗ് ഓൾ ദ സ്റ്റുഡൻസ് ഈക്വലി,
റെസ്പെക്ടിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ലെ, പല സ്ഥാപനങ്ങളിലും പല നിയമങ്ങൾ ഉണ്ടാവും. നമ്മൾ ആ റൂൾസിന് എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, ഒബേയിങ് ദ ഓർഡേഴ്സ് ഓഫ് സുപ്പീരിയേഴ്സ്. പ്രിൻസിപ്പൽ പറഞ്ഞാല് അല്ലെങ്കിൽ മാനേജർ പറഞ്ഞാൽ നമ്മൾ അത് കേൾക്കാൻ റെഡി ആവണം. ഓക്കെ, ആൻഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. അതുപോലെ ഇത്തരം സെമിനാറുകളും വർക്ക്ഷോപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോകാനും അതിൽ പങ്കെടുക്കാനുള്ള താല്പര്യം കാണിക്കണം. ദെൻ അതിന്റെ സബ് പോയിന്റ് ആണ് മീനിങ് ഓഫ് ടീച്ചേഴ്സ് പ്രൊഫഷണൽ അക്കൗണ്ടബിലിറ്റി. നമ്മൾ നേരത്തെ ഇതാ പറഞ്ഞത് പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇവിടെ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ ഫുൾ എത്തിക്സ് ആണ്. ഓക്കെ, അഥവാ പ്രിൻസിപ്പൾ അനുസരിക്കണം, സ്ഥാപനത്തിന് നന്ദി ഉണ്ടാവണം, കുട്ടികളുടെ ആത്മാർത്ഥത കാണിക്കണം, എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കണം, കാമായിരിക്കണം, പ്ലസന്റ് ആയിരിക്കണം, റോൾ മോഡൽ ആണെന്നൊക്കെ പറഞ്ഞത് പ്രൊഫഷണൽ എത്തിക്സ് ആണ്. ഇനി അക്കൗണ്ടബിലിറ്റി ആണ്. ദാറ്റ് മീൻസ് റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, സോ ടീച്ചർ ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ഷൻ അസൈൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് കിട്ടിയ ഡ്യൂട്ടി കൃത്യമായി ചെയ്യണം. നമ്മൾ ചെയ്തതിനും പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ പുവർ പെർഫോമൻസ് ഓഫ് ദ സ്റ്റുഡൻസിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. ഓക്കെ, സോ അക്കൗണ്ടബിലിറ്റി ടുവേർഡ്സ് സ്റ്റുഡൻസ്, കുട്ടികളോട് നമുക്ക് ഉത്തരവാദിത്തം ഉണ്ട്. അക്കൗണ്ടബിലിറ്റി ടുവേർഡ്സ് ദ കമ്മ്യൂണിറ്റി, സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്തം ഉണ്ട്. അല്ലേ, കുട്ടികളുടെ ബിഹേവിയർ ഫോർമേഷനും അവരുടെ സക്സസും അതൊക്കെ നമ്മുടെ കയ്യിലാണ്. ആൻഡ് സമൂഹത്തിന് എന്ത് വേണം? ഒരു ഗുഡ് ഹ്യൂമൻ ബീങ്ങിനെ കൊടുക്കണം. അല്ലെ, ഒരു നല്ല സൊസൈറ്റി, ഒരു നല്ല സോഷ്യൽ ബീങ്ങിനെ കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദ ഡയമെൻഷൻസ് ഓഫ് ടീച്ചേഴ്സ് പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതിന്റെ ഒരു 4-5 ഡയമെൻഷൻസ് പറയുന്നുണ്ട് ഇവിടെ. ഒന്ന് റിലേറ്റഡ് ടു ടീച്ചേഴ്സ് പെർഫോമൻസ് ആൻഡ് പ്രാക്ടീസ്, റിലേറ്റഡ് ടു സ്റ്റുഡൻസ്, റിലേറ്റഡ് ടു കൊളീഗ്സ്, റിലേറ്റഡ് ടു ഹയർ അതോറിറ്റീസ്, റിലേറ്റഡ് ടു പാരന്റ്സ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ ടീച്ചർക്ക് നിർബന്ധമായ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കുട്ടികളോടും സ്ഥാപനത്തോടും മാത്രമല്ല, ആരോടൊക്കെ ഉണ്ട്? സ്വന്തം പെർഫോമൻസിനോടും പ്രാക്ടീസിനോടും ഉത്തരവാദിത്തമുണ്ട്, സ്റ്റുഡൻസിനോട് ഉത്തരവാദിത്തമുണ്ട്, കൊളീഗ്സിനോട് ഉത്തരവാദിത്തമുണ്ട്, ഹയർ അതോറിറ്റിയോട്, നമ്മുടെ സ്ഥാപനത്തിലെ ഹയർ അതോറിറ്റിയോട്, പ്രിൻസിപ്പൾ, HR അല്ലെങ്കിൽ അത്തരം ആളുകളോടൊക്കെ ഉത്തരവാദിത്തമുണ്ട്, ആൻഡ് പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇവരോടൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ആര്? ടീച്ചർ എന്ന് പറയുന്നത്. ഇനി ആ ഒരു അക്കൗണ്ടബിലിറ്റീസ് ആണ് ഇവിടെ പറയേണ്ടത്. അക്കൗണ്ടബിലിറ്റി ഈസ് ഈക്വൽ ടു റെസ്പോൺസിബിലിറ്റി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിങ്ങനെ ഓരോന്നും ശരിക്കും ഇങ്ങനെ മൈന്യൂട്ട് പോയിന്റ് പറയണമെന്നൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോവാണ്. ടീച്ചേഴ്സ് പെർഫോമൻസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. അഥവാ ടീച്ചറുടെ ടീച്ചിങ് കോമ്പിറ്റൻസി നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ആകണം. അതുപോലെ തന്നെ ഡിഗ്നിറ്റി എൻഷുർ ചെയ്യണം, നമ്മുടെ മഹത്വം നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഹെൽത്തി ആൻഡ് ഗുഡ് ഫിസിക് ആൻഡ് ഹെൽത്തി മൈൻഡ്, നല്ല മനസ്സും അതുപോലെ തന്നെ നല്ല ശരീരം, നല്ല മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസും സ്കിൽസും നിർബന്ധമായി നമ്മൾ അച്ചീവ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ പ്രൊഫഷണൽ ഗ്രോത്ത് നിർബന്ധമായി നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ റിഫ്രെയിനിങ് ഫ്രം ആക്ടിങ് അഗെയിൻസ്റ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനത്തിനെതിരെ സംസാരിക്കരുത്, പ്രവർത്തിക്കരുത്. അതുപോലെ തന്നെ ഫണ്ടുകൾക്ക് ഉണ്ടെങ്കിൽ അത് ഓണസ്റ്റായി ഉപയോഗിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗുഡ് വിൽ കളയുന്ന ഒരു പ്രവർത്തനവും നമ്മൾ ചെയ്യരുത്. ഇത്രയൊക്കെയാണ് ടീച്ചേഴ്സ് പെർഫോമൻസ് ആൻഡ് പ്രാക്ടീസസിൽ വരുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് കേട്ടാൽ തന്നെ ഇങ്ങനെ മനസ്സിലായി പോണ കാര്യങ്ങളാണ് കേട്ടോ അവിടെ വിശദീകരിക്കാത്തത്. റിലേറ്റഡ് ടു സ്റ്റുഡൻസ്, കുട്ടികളോട് എന്ത് ഉത്തരവാദിത്തം, കുട്ടികളോട് എന്താണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അവിടെ നമ്മൾ ടീച്ചിങ് ടെക്നിക്സും ടീച്ചിങ് എയ്ഡ്സും ടീച്ചിങ് എന്താ പറയാ സ്ട്രാറ്റജികളൊക്കെ ഇംപ്രൂവ് ആക്കുക. അത് കുട്ടികൾക്ക് വേണ്ടിയാണ്. പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്, കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളെ എന്ത് ചെയ്യണം? ട്രീറ്റിംഗ് ഓൾ സ്റ്റുഡൻസ് വിത്ത് ഡിഗ്നിറ്റി, അവരെ ഓരോരുത്തരെയും മഹത്വമുള്ള ആളുകളായി കണ്ട് അതനുസരിച്ച് പെരുമാറണം. Then not disclosing any confidential information of students except when required by law. അഥവാ കുട്ടികളുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഒരു തരത്തിലും, ദാറ്റ് മീൻസ് ഓരോ രഹസ്യങ്ങൾ ഒരിക്കലും ചോർത്തരുത്, ഡിസ്ക്ലോസ് ചെയ്യരുത്. അതുപോലെ 4 എന്ത് ചെയ്യണം? മേക്കിംഗ് ഏർണസ്റ്റ് എഫേർട്ട് ടു സേഫ് ഗാർഡ് ദ സ്റ്റുഡൻസ്. കുട്ടികളെ നമ്മൾ എപ്പോഴും സേഫ് ഗാർഡായി, അവർക്ക് വേണ്ട ഒരു ഗാഡ് ദാറ്റ് മീൻസ് ഒരു ഗാഡ് അഥവാ ഒരു സെക്യൂരിറ്റി ആയി നമുക്ക് നിൽക്കാൻ പറ്റണം. അതുപോലെ തന്നെ കുട്ടികളുടെ അച്ചീവ്മെന്റ്സ്, ബിഹേവിയറൽ അച്ചീവ്മെന്റ്സും അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾനെസ് ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ നല്ല കാര്യങ്ങൾ പാരന്റ്സിനെയും ഹയർ അതോറിറ്റിയും ഒക്കെ അറിയിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള ആളുകളെ പ്രത്യേകം പരിഗണിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സ്റ്റുഡൻസിനോടുള്ളത്. ദെൻ കൊളീഗ്സ്, നമ്മുടെ സഹപ്രവർത്തകരോട് എന്തൊക്കെ ചെയ്യണം? അത് എല്ലാവരെയും ഒരേപോലെ സെയിം മാനറിൽ ട്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഒരിക്കലും എന്ത് ചെയ്യരുത്? ലീക്ക് ആക്കരുത്, ലൂസ് ചെയ്യരുത്. പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത്,
പരദൂഷണം പറയരുത്, അല്ലെങ്കിൽ ഒരാള് ആരോടും പറയരുത് എന്ന് പറഞ്ഞ കാര്യം പിന്നെ എല്ലാരോടും പറയരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്ത്രീകളെ അധിക്ഷേപിച്ചതല്ല കേട്ടോ, പക്ഷെ ജസ്റ്റ് ഒരു സൂചന എന്ന് മാത്രം. ദെൻ റിഫ്രെയിനിങ് അങ്ങനെയല്ല മാസേ. എല്ലാരും കണക്കാ. എല്ലാരും കണക്കാല്ലേ? ഓക്കെ, ഈ ആണെങ്കില് എല്ലാരോടും പറയണം. പീഡിയില് കേറിയിരുന്നങ്ങാണ്ടൊക്കെ പറയണ ഞാൻ കേട്ടിക്കണ്. എന്റെ പീഡി ചെയ്യുന്നുണ്ട് അല്ലേ? ഞാനും കേട്ടിട്ടുണ്ട് എന്റെ കമ്പനിയിലൊക്കെ മൊത്തം പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാരോടും കൂടി പറയാണ്, എന്ത് ചെയ്യരുത്, കോൺഫിഡൻഷ്യൽ ആയിട്ട് വന്ന സാധനങ്ങളെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാൻ നമുക്ക് പറ്റണം. അഥവാ പ്രൈവസി വേണ്ടത് പ്രൈവസി തന്നെ കീപ്പ് ചെയ്യണം. റിഫ്രെയിൻ ഫ്രം മേക്കിംഗ് അലിഗേഷൻ, അല്ലെ? കൊളീഗ്സിന് അലിഗേഷൻസ് പറയാം, ഭയങ്കര രസമാണ്. ഗോസിപ്പ് പറയാം, ദാറ്റ് മീൻസ് അലിഗേഷൻ പറയാം, പോലെ അങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിലും ാണ് ഭയങ്കര എന്താണ് വിശ്വസിക്കാൻ പറ്റൂല, അങ്ങനെ സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ലേ? അത് വെച്ചാൽ നമുക്ക് അവരുടെ ഹെൽത്തി കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കണ്ടേ? അല്ല, അങ്ങനെ കുറ്റങ്ങൾ പറയില്ലേ? കുറ്റങ്ങള് പറയാൻ പാടില്ല. അത് നല്ലതല്ലല്ലോ. അതാ പറഞ്ഞത്, നല്ലതല്ല മീൻസ് ചിലപ്പോ പരസ്പരം ഷെയർ ചെയ്താല് ആ കുട്ടിക്ക് അതൊരു നല്ലതായിരിക്കാം. അതൊക്കെ പക്ഷെ കുറ്റം പറയുന്ന പോലെ പറയില്ലേ, ആ കുട്ടീനെ ഒന്നിനും കൊള്ളൂല അങ്ങനെയൊക്കെ. എന്നിട്ട് ബാക്കിയുള്ളവർ മനസ്സിലൊക്കെ നെഗറ്റിവിറ്റി കുത്തിവെക്കുന്ന പരിപാടി ഉണ്ട്, അത് മോശമാണ്. ഓക്കെ, അതുപോലെ തന്നെ നോട്ട് ഇൻഡൾജിങ് എനി ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് ദ ഫ്രീഡം ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് കൊളീഗ്സ്, അല്ലെ? നമ്മളിങ്ങനെ ഒരാളെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഫ്രീഡത്തിന്മേൽ കടന്നു കയറുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊളീഗ്സിനോട് ചെയ്യരുത്. ഇനി അതോറിറ്റിയോട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല? ഡിസ്ചാർജിങ് ഹിസ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി അക്കോർഡിംഗ് ടു ദ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് പ്രാക്ടീസ്, അഥവാ അവിടെയുള്ള എന്താണോ റൂൾസ്, എന്താണോ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് കൃത്യമായിട്ട് ചെയ്യണം. ദെൻ ഡ്യൂട്ടീസ് ഇൻസ്ട്രക്റ്റഡ് ടു ഹിം ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് എബിലിറ്റി, നമുക്ക് എന്തൊക്കെ റൂൾസ് തന്നോ, റെസ്പോൺസിബിലിറ്റീസ് തന്നോ, അത് കൃത്യമായിട്ട് ചെയ്യാം. ഇപ്പൊ റൂൾസ് കൃത്യമായി അനുസരിക്കുക, തന്ന ഡ്യൂട്ടി കൃത്യമായി ചെയ്യാം. ഇൻവോൾവിങ് ഹിംസെൽഫ് വളണ്ടറിലി ഇൻ ദ പ്രോജക്ട് എക്സിക്യൂട്ടഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്ത് പ്രൊജക്ട് സ്ഥാപനം മുന്നോട്ട് വെക്കുകയാണെങ്കിലും നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മൾ അതിൽ ഇടുക, മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടക്ടിങ് ഹിംസെൽഫ് ആസ് പെർ ദ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ, നമ്മുടെ കടമകൾ, നമ്മുടെ കടപ്പാട് കൃത്യമായിട്ട് ചെയ്യാം. ഗിവിംഗ് സഫീഷ്യന്റ് നോട്ടീസ് വെൻ ഹി വിഷസ് ടു റിസൈൻ ഫ്രം ഹിസ് പോസ്റ്റ്, എങ്ങാനും നമ്മൾ റിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മുൻകൂട്ടി നോട്ടീസ് കൊടുക്കുക, ഞാൻ ഇന്ന കാരണത്താൽ ഞാൻ ഇന്ന മാസം കഴിഞ്ഞാൽ പോകും, അല്ലെ? ഒറ്റൊരു ദിവസം ഞാൻ നാളെ പോവാണ് എന്ന് പറയരുത്. ദെൻ അൺനെസസറി ലീവുകൾ എന്ത് ചെയ്യാം, ഒഴിവാക്കുക. അവോയ്ഡ് ടേക്കിംഗ് ലീവ് ആസ് ഫാർ ആസ് പോസിബിൾ വിത്ത് എ വ്യൂ നോട്ട് ടു അഫക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ പഠനം ബാധിക്കുന്ന തരത്തിൽ ലീവ് എടുക്കരുത് എന്നൊക്കെയാണ്. ഇനി പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ആണ് ഇവിടെ. സെൻഡിങ് റിപ്പോർട്ട്സ് അബൌട്ട് ദ ലേണിംഗ് പ്രോഗ്രസ്, കുട്ടികളുടെ പഠനത്തെ കുറിച്ച് കൃത്യമായിട്ട് പാരന്റ്സിന് എന്ത് ചെയ്യാം, വിവരം കൊടുക്കുക. ദെൻ പാരന്റ് ടീച്ചർ മീറ്റിംഗ് നിർബന്ധമായി പങ്കെടുക്കുക, എന്നിട്ട് പാരന്റ്സിന് റിവ്യൂ കൊടുക്കുക. അതുപോലെ തന്നെ ഇൻഫോം പാരന്റ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, സ്കൂളിൽ എന്ത് നടക്കുകയാണെങ്കിലും പാരന്റ്സിനെ അറിയിക്കുക, ഇന്ന പ്രോഗ്രാംസ് നടക്കുന്നുണ്ടെന്ന് അറിയിച്ചു കൊടുക്കുക. അതുപോലെ റിഫ്രെയിനിങ് ഫ്രം ടേക്കിംഗ് പാർട്ട് ഇൻ എനി ആക്ടിവിറ്റീസ് വിച്ച് ടെൻഡ് ടു പ്രൊമോട്ട് ദ ഫീലിംഗ് ഓഫ് ഹേറ്റഡ്, വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ടിങ് ദ കൾച്ചറൽ വാല്യൂസ് ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ കൾച്ചറൽ വാല്യൂസ് റെസ്പെക്ട് ചെയ്യുക, കാരണം കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവും, അതൊക്കെ റെസ്പെക്ട് ചെയ്യുക. ഷോയിങ് കൺസേൺ ടു ദ സ്റ്റുഡൻസ് ഇൻ ഹിസ് ക്ലാസ് ബിലോങ്ങിങ് ടു ദ വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, അല്ലെ? വീക്കർ സെക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാം, കൺസേൺ ചെയ്യാം, അവർ പ്രത്യേകം പരിഗണിക്കുക. ഇതോടുകൂടി അത്തരത്തിലുള്ള എല്ലാ ടോപ്പിക്കുകളും കഴിഞ്ഞു. ഇനി കുറച്ച് എന്താണ് റെക്കമെൻഡേഷൻസ് ഓഫ് നാഷണൽ പോളിസീസ് ആണ്. 2-3 കാര്യങ്ങളുണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, റെക്കമെൻഡേഷൻസ് ഓഫ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968, 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE എന്തൊക്കെ പറയുന്നു? റാഡിക്കൽ ഇൻസ്ട്രക്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ, റീസ്ട്രക്ചറിങ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അവിടെ ഓലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ റീസ്ട്രക്ചർ ചെയ്യണം. 2, ഈക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാവണം. 3, സ്ട്രെങ്തനിങ് ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ ആൻഡ് അച്ചീവിംഗ് ഗ്രേറ്റർ കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. നമ്മുടെ രാജ്യത്ത് നാഷണൽ ഇന്റഗ്രേഷൻ, ഒരു ഐക്യം ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ എക്കണോമിക്, കൾച്ചറൽ എല്ലായിടത്തും നമുക്കൊരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റണം. ഇങ്ങനെയുള്ള ഒരു 3 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിരുന്നു NPE 1968 ഉള്ളത്. ഓക്കെ, എഡ്യൂക്കേഷൻ പറയാ NPE എന്നാണോ? നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ് NEP.
പക്ഷെ ശരിക്കും നോർമലി അങ്ങനെയാണ് ഇപ്പൊ അത് പറയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ ബുക്കിലുള്ളത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ സർ. ഓക്കെ, 3 മെയിൻ ഒബ്ജക്റ്റീവ് പറഞ്ഞത്. എഡ്യൂക്കേഷൻ റീസ്ട്രക്ചർ ചെയ്യുന്നു, എല്ലാവർക്കും എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് എൻഷുർ ചെയ്യണം, അതുപോലെ നാഷണൽ ഇന്റഗ്രേഷനും അതുപോലെ തന്നെ ഡെവലപ്മെന്റും ഈക്വൽ ആക്കണം. ഇങ്ങനെ 3 കാര്യങ്ങളാണ്. അപ്പോൾ NPE 1968 മെയിൻ ഫീച്ചേഴ്സ് ആണ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ അണ്ടർ ദ ഏജ് ഓഫ് 14. ഇതൊക്കെ മുമ്പേ പറഞ്ഞ പോയിന്റ്സ് ആയിരിക്കും കേട്ടോ, ജസ്റ്റ് റിപ്പീറ്റിംഗ് മാത്രമാണ്. എൻഹാൻസിങ് ദ ക്വാളിഫിക്കേഷൻ ഓഫ് ടീച്ചേഴ്സ്, ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ 3 ലാംഗ്വേജ് ഫോർമുല ഷാൽ ബി ഇംപ്ലിമെന്റഡ്. ഇതൊക്കെ പറഞ്ഞതല്ലേ നമ്മള്? ഓക്കെ. അതുപോലെ തന്നെ ദ ഗൾഫ് ബിറ്റ്വീൻ ഇന്റലിജൻഷ്യ ആൻഡ് ദ മാസസ് കുഡ് ബി റെഡ്യൂസ്ഡ്. ദ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ ലാംഗ്വേജും അതുപോലെ തന്നെ ഇന്റലിജൻസും അല്ലെങ്കിൽ അവരുടെ നോളജും അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒഴിവാക്കണം. ലേണിംഗ് ഹിന്ദി ടു ബി എൻകറേജ്ഡ്, ഹിന്ദി പഠിപ്പിക്കണം, അതുപോലെ തന്നെ സംസ്കൃതം പഠിപ്പിക്കണം. അതുപോലെ തന്നെ NPE 1968 കോൾഡ് ഫോർ സ്പെൻഡിങ് ഓൺ എഡ്യൂക്കേഷൻ ടു ഇൻക്രീസ് 6% ഓഫ് നാഷണൽ ഇൻകം. വിദ്യാഭ്യാസത്തിലൂടെ നാഷണൽ ഇൻകം 6% വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സയൻസിനും മാത്സിനും പ്രയോറിറ്റി കൊടുക്കണം. അപ്പൊ നിങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കണേ, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും അവസരങ്ങൾ, ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ, 3 ലാംഗ്വേജ് ഫോർമുല, ഹിന്ദി, സംസ്കൃതം അതൊക്കെ നിർബന്ധമാക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത്. ഇനി ബാക്കിയാണ് കേട്ടോ. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ മാൻ പവർ ഓഫ് ദ കൺട്രി ഷാൽ ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ മേഖലയും അഗ്രികൾച്ചർ മേഖലയും ഒക്കെ എന്ത് ചെയ്യണം? ഇംപ്രൂവ്ഡ് ആകണം. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ബുക്കിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്ഡ് ആകണം. അതുപോലെ തന്നെ ചിൽഡ്രൻ, കുട്ടികളുടെ സ്പെഷ്യൽ അറ്റൻഷൻ ഷുഡ് ബി ഗിവൻ ടു ബുക്സ് ഫോർ ചിൽഡ്രൻ. കുട്ടികളുടെ ബുക്ക്, യൂണിവേഴ്സിറ്റീസ് ബുക്ക്, ഇതിനൊക്കെ എന്ത് വേണം? ക്വാളിറ്റി ഉറപ്പുവരുത്തണം. ഓക്കെ. ദെൻ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് എക്സാമിനേഷൻ. പരീക്ഷ എന്ന് പറഞ്ഞാൽ പരീക്ഷ ആവണം എന്നാണ് പറയുന്നത്. അത് റിലയബിൾ ആവണം, വാലിഡ് ആവണം. ഓക്കെ. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഫുൾ ടൈം സ്റ്റുഡൻസ് ടു ബി അഡ്മിറ്റഡ് ടു ദ കോളേജ്. പാർട്ട് ടൈമിനേക്കാൾ ഫുൾ ടൈം അല്ലെങ്കിൽ റെഗുലർ സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി തലത്തിൽ വരെ പഠിക്കണം. അതുപോലെ തന്നെ പാർട്ട് ടൈം എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം? ഡെവലപ്ഡ് ആക്കണം. കാരണം സ്കൂളിലും കോളേജിലും വരാൻ പറ്റാത്തവർക്ക് ഒരു പാർട്ട് ടൈം എഡ്യൂക്കേഷന് ഉറപ്പുവരുത്തണം. അതുപോലെ മൈനോറിറ്റിയുടെ റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യണം, അവർക്ക് വിദ്യാഭ്യാസം കിട്ടണം. 16 യൂണിഫോം എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ 10+2+3 1968 കേട്ടോ. 10+2+3 എന്നുള്ള പാറ്റേൺ കൊണ്ടുവരണം. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി കഴിഞ്ഞു. ആൻഡ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ ആൾസോ റിവ്യൂ വൺസ് ഇൻ എവറി 5 year ദ പ്രോഗ്രസ് മെയ്ഡ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രോഗ്രസ് എന്ത് ചെയ്യണം? ഓരോ 5 വർഷം കൂടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യണം. അത്രയൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി റെക്കമെൻഡേഷൻക്ക് പോവാണ്. റെക്കമെൻഡേഷൻസ് പറയുന്നത് ഇവിടെ അല്ല, ഇതിൽ ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രോ ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദാറ്റ് വാസ് ഇവാലുവേറ്റഡ് ബൈ 2 committees. 2 കമ്മിറ്റികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? NPE 1986 റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. രാമമൂർത്തി കമ്മിറ്റി ആൻഡ് ജനാർദ്ദൻ കമ്മിറ്റി, ഇങ്ങനെ 2 കമ്മിറ്റീസ് ഇതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് ഒക്കെ അവർ വരുത്തിയിട്ടുണ്ടെങ്കിലും the thirst and programs of 1986 policy remain the same. പ്രധാനപ്പെട്ട പോളിസികളൊക്കെ അത് അതേപോലെ തന്നെ തുടർന്നു പോയി എന്നുള്ളതാണ്. ഇപ്പൊ റിവ്യൂ വന്നെങ്കിലും എന്തുണ്ട്? പ്രധാനപ്പെട്ട ആ ഒരു കണ്ടെത്തലുകൾ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് തുടർന്നു പോന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. Then issues and problems considered for educational reform. അങ്ങനെ എഡ്യൂക്കേഷൻ റിഫോം, ഒരു പുതുക്കിയ ഒരു റീസ്ട്രക്ചറിങ് ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനുള്ള ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ആണ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ. ക്ലാസ്സിന്റെ ലെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട്, പക്ഷെ നമ്മളിവിടെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇതിങ്ങനെ തീർക്കന്നെയാണ്. അപ്പൊ ആർക്കെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ തൽക്കാലം ലീവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? റെക്കോർഡ് ക്ലാസ് കേൾക്കട്ടോ. ഒന്ന്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. കൃത്യമായ ഒരു നാഷണൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രോബ്ലം ഓഫ് സ്റ്റേറ്റ് സെന്റർ പാർട്ണർഷിപ്പ്. സ്റ്റേറ്റ് പൈസ മുടക്കണോ, സെൻട്രൽ ചെയ്യണോ, അല്ലെ കേന്ദ്രം ചെയ്യണോ, സംസ്ഥാനങ്ങൾ ചെയ്യണോ, അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ എഡ്യൂക്കേഷൻ ഫോർ ഇക്വാലിറ്റിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പ്രൊമോഷൻ ഫോർ അഡൽട്ട് എഡ്യൂക്കേഷൻ. ഓക്കെ, അഡൽട്ട് എഡ്യൂക്കേഷന്റെ സിലബസ്, അത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ. ദെൻ പേ സെറ്റിംഗ് സ്കൂൾസ്. ഓരോ കുട്ടികൾക്ക് അനുസരിച്ച് അവന്റെ പഠനത്തിനനുസരിച്ച് അവന്റെ പഠന സ്പീഡിനനുസരിച്ചുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ കരിക്കുലം സെറ്റ് ചെയ്യുക, അതിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
ദെൻ വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, എങ്ങനെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതിൽ. ദെൻ ഡീലിങ്കിങ് ഡിഗ്രി ഫ്രം ജോബ്സ്, ദാറ്റ് മീൻസ് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, അതെങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ദെൻ റേസിംഗ് ദ സ്റ്റേറ്റസ് ഓഫ് ടീച്ചേഴ്സ്, ടീച്ചേഴ്സിന്റെ സ്റ്റേറ്റസ് ഉയർത്തണമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആൻഡ് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, നമ്മൾ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനെ കുറെ മേഖലയിൽ അവർക്ക് ഇഷ്യൂസും പ്രോബ്ലംസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ്, റോൾ ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് വോളണ്ടറി ഓർഗനൈസേഷൻ, ഇതൊക്കെ ഒരു ഇത്ര അങ്ങനെ ഡീപ്പായി പഠിക്കാനുള്ള സാധനം അല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോണത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് കുറച്ചുകൂടി ഒക്കെ ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾ. ഈ ഒരു ഇതിന്റെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് NEP 1986 ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്, അഥവാ വിദ്യാഭ്യാസത്തിൽ അവർക്കുള്ള ലക്ഷ്യങ്ങളാണ്. സ്ട്രെങ്തനിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വിറ്റി, ഫ്രീഡം ആൻഡ് സെൽഫ് ഡിപ്പെൻഡൻസ്. കുട്ടികൾ എന്ത് വേണം, ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി, ഫ്രീഡം, സെൽഫ് ഡിപ്പെൻഡൻസ്, സ്വയം വളരാനുള്ള ഒരു കഴിവ് ഉയർത്തി കൊണ്ടുവരണം. പ്രൊമോട്ട് നേഷണൽ യൂണിറ്റി ആൻഡ് സ്പിരിറ്റ് ഓഫ് എക്സലൻസ്, അല്ലെ, നമ്മുടെ രാജ്യം നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ചിന്ത കുട്ടികൾ വളർത്തണം. ഡെവലപ്പ് ബ്രോഡ് നാഷണൽ ഔട്ട്ലുക്ക് അമംഗ് യങ്സ്റ്റേഴ്സ്, യുവാക്കളിൽ ഒരു നാഷണൽ ഔട്ട്ലുക്ക് ഉണ്ടാക്കി വരണം. ഇങ്ങനെ പ്രധാനമായിട്ടും കുറച്ച് ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ അവിടെ പറഞ്ഞിരുന്നു. 2 നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്, അഥവാ നമ്മുടെ ഈ ഒരു രാജ്യത്തുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ ആവണം. അതില് ഓൾ സ്റ്റുഡൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ഒക്കെ ഷുഡ് ബി പ്രൊവൈഡ് വിത്ത് എഡ്യൂക്കേഷൻ ഓഫ് കമ്പാരബിൾ ക്വാളിറ്റി. എല്ലാവർക്കും ഈക്വൽ ക്വാളിറ്റി വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയണം. ഓക്കെ, അതുപോലെ തന്നെ കോമൺ സ്ട്രക്ചർ, എഡ്യൂക്കേഷണൽ കോമൺ സ്ട്രക്ചർ കൊണ്ടുവരണം. 5+3+2. ഓക്കെ, ഫസ്റ്റ് 10 years ഓഫ് സ്പ്ലിറ്റ് ഇൻ ടു ആദ്യത്തെ 5 വർഷം പ്രൈമറി, പിന്നെ 5 വർഷം ലോവർ പ്രൈമറി, 3 വർഷം അപ്പർ പ്രൈമറി, 2 വർഷം സെക്കൻഡറി, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നാഷണൽ കരിക്കുലം ഫ്രെയിം ഡെവലപ്പ് ചെയ്യണം, നമ്മൾ കരിക്കുലം ഡെവലപ്പ് ചെയ്യണം എന്നുള്ള മറ്റൊരു സജഷൻസ്. അതുപോലെ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് കോമ്പറ്റൻസ് ഫോർ ഈച്ച് സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പൊ LP കഴിഞ്ഞാൽ കുട്ടികൾ എന്തൊക്കെ ഉണ്ടാവണം, UP കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ അപ്പർ പ്രൈമറി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവണം, സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന കുട്ടിക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, അത്തരമുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കണം. വർക്ക് എക്സ്പീരിയൻസ് ഇസ് ഇൻക്ലൂഡഡ്, കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വർക്ക് എക്സ്പീരിയൻസ്, അഥവാ കുട്ടികൾക്ക് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസും കൂടി പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ സയൻസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ കുറച്ച് റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പ്രൈമറി വീണ്ടും പറയാണ്. അപ്പൊ ഇതിങ്ങനെ ഓരോരോ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ. ലെസ് ദാൻ 40 years ഓഫ് ഏജ് ആർ എൻറോൾഡ്, 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നിർബന്ധമായും എന്ത് ചെയ്യണം, സ്കൂളിൽ എൻറോൾഡ് ആവണം. അത് മാത്രമല്ല റിട്ടേൺ ചെയ്യണം, അവിടെ നിൽക്കും വേണം, പോരരുത്. അതുപോലെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ഉറപ്പുവരുത്തണം, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉറപ്പുവരുത്തണം, അഥവാ ബിൽഡിംഗ്, ടാബ്ലറ്റ്, ടാബിൾസ്, ചെയർസ്, ബെഞ്ച്, ബ്ലാക്ക് ബോർഡ്. അതിന് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നാണ് പറയാം. ഓക്കെ, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ് ഫിക്സ് ചെയ്യണം, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, ഇൻഡിവിജ്വൽ പരിഗണന കൊടുക്കണം. അതുപോലെ തന്നെ എക്സാമിനേഷൻസ് ഒബ്ജക്റ്റീവ് ആകണം. അതുപോലെ തന്നെ നോൺ ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം, അത്തരം ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. കാരണം റെഗുലർ സ്കൂൾ വരാൻ പറ്റാത്തവർക്ക് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടണം. അതുപോലെ എലമെന്ററി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇനഫ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഫ്ലെക്സിബിൾ ആകുന്ന രൂപത്തിലേക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ മാറണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ. സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണെങ്കിലോ ഇത് ഷുഡ് ബി വൊക്കേഷണലൈസ്ഡ്, കാരണം ഒരു ജോലി അതിനെ കൂടെ പഠിക്കാൻ കുട്ടികൾക്ക് പറ്റണം. അതുപോലെ തന്നെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അടുത്ത് വന്ന് എല്ലായിടത്തും ഒരേ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാവണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരണം. പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു, അഥവാ ടെക്നിക്കൽ കോഴ്സുകൾ അത്തരത്തിലുള്ള മാനേജ്മെന്റുകൾ എന്ത് ചെയ്യണം, റീഓറിയന്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കൊണ്ടുവരണം. വൊക്കേഷണൽ ആൻഡ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ആംബിൾ സപ്പോർട്ട്. ഗവൺമെന്റ് എന്ത് ചെയ്യണം, ടെക്നിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ട ഫെസിലിറ്റീസ് ഒരുക്കണം. പിന്നെ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു വെച്ചത് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ കോളേജ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഒരു കോളേജ് അത് യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ അവരുടെ പെർഫോമൻസ് ബെറ്റർ ആയാൽ ഓട്ടോണമസ് കോളേജ് ആക്കി അതിനെ മാറ്റണം, അല്ലെ? അങ്ങനെ നമ്മുടെ നാട്ടില് ചില ഓട്ടോണമസ് കോളേജുകളില്ലേ? എന്താണ് ഓട്ടോണമസ് കോളേജിന്റെ പ്രത്യേകത?
അവർക്ക് ഓട്ടോണോമി പവർ കിട്ടും, എക്സാംസ് നടത്താനും സിലബസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ. അവരുടെ സിലബസ്, അവരുടെ എക്സാമിനേഷന്, അല്ലെ അവരുടെ കുട്ടികളുടെ പ്രൊമോഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തീരുമാനിക്കാം. സോ അത് അവരുടെ പെർഫോമൻസ് അടിസ്ഥാനമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഓട്ടോണമി എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ്, ഭാഷ കുട്ടികൾക്ക് കിട്ടുന്ന ഒരവസ്ഥ കോളേജുകളിൽ ഉണ്ടാവണം, ഹയർ എഡ്യൂക്കേഷനിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ പ്ലാനിങ് കമ്മിറ്റി ഉണ്ടാവണം, അത്തരത്തിലൊരു കോർഡിനേഷൻ ഉണ്ടാവണം. പിന്നെ UGC എന്ത് ചെയ്യണം, റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യണം, ഹൈ ക്വാളിറ്റി റിസർച്ച് എൻഷുർ ചെയ്യണം. അതുപോലെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് വരണം. കാരണം റെഗുലർ സ്റ്റുഡൻസ് റെഗുലർ ആയിട്ട് പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് വരണം. അതുപോലെ തന്നെ ഡീലിങ്കിങ് ഓഫ് ഡിഗ്രീസ് ഫ്രം ജോബ് ഡിഗ്രി നമ്മൾ കണക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ കോഴ്സുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം BSc പോലുള്ള കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ നാഷണൽ ടെസ്റ്റിംഗ് സർവീസ്, അഥവാ നമ്മുടെ ഒരു എംപ്ലോയ്മെന്റും എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താനും അത് തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ ഉള്ള ഏജൻസീസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. പിന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. ടീച്ചർ എഡ്യൂക്കേഷൻ അഡ്മിഷൻ കൊടുക്കേണ്ടത് മെറിറ്റ് നോക്കിയും ആപ്റ്റിറ്റ്യൂഡ് നോക്കിയാണ് അത്ര. സ്പെഷ്യൽ എൻട്രൻസ് നടത്തി മെറിറ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ നോക്കിയിട്ട് വേണം അഡ്മിഷൻ കൊടുക്കാൻ എന്നാണ് പറയുന്നത്. എന്താ അഭിപ്രായം? ഹലോ, എനിക്ക് രണ്ടാമത്തിനോടാണ് യോജിപ്പ്. B.Edനും TTCക്കും ഒക്കെ അഡ്മിഷൻ വാങ്ങുമ്പോഴേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണമെന്ന്, ആ കുട്ടി ക്വാളിറ്റി ഉണ്ടോ മെറിറ്റ് ഉണ്ടോ നോക്കണം എന്ന്. നല്ലതല്ലേ? വേണം. അതുപോലെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാൻ, മോണിറ്റർ ചെയ്യാൻ NCTE പ്രത്യേകം ഫോം ചെയ്യണം. അതുപോലെ തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടത്തണം. പ്രീ സർവീസ്, ഇൻ സർവീസ് കോമ്പണൻസ് ഒക്കെ ഇൻസെപ്പറബിൾ ആവണം, മാറ്റി ആക്കിയത്. നമ്മൾ അതൊക്കെ ഒരുമിച്ച് പോകണം, എന്നെങ്കിലുള്ളൂ ഒരേ യൂണിറ്റിയിൽ എല്ലാവരും വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ IASES. അപ്പോൾ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഡയറ്റ് കിട്ടില്ല, ഡയറ്റിനെ കുറിച്ച് കിട്ടണോ? ഓരോ ജില്ലയിലും ഓരോ ഡയറ്റ് ഉണ്ടാവും. അവരാണ് ആ ജില്ലയിലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക കേട്ടോ. നമ്മൾ എവിടെ പഠിച്ചത്? ഏത് പേപ്പറിലായിരുന്നു ഇത്? ഒരിട്ട് വന്നിട്ടുണ്ട്, വേറെ പേപ്പറിൽ പഠിച്ചിട്ടുണ്ട്. ഡയറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. റിക്രൂട്ട് ടീച്ചേഴ്സ് ബേസ്ഡ് ഓൺ മെറിറ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചേഴ്സിനെയും റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മെറിറ്റ് നോക്കിയും ആപ്റ്റിറ്റ്യൂഡ് നോക്കിയാണ്. അപ്പൊ ടീച്ചർ റിക്രൂട്ട്മെന്റ് ബോർഡ് TRB എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ ടാലന്റഡ് പേഴ്സൺ ഷുഡ് ബി അട്രാക്ട് ടു ടീച്ചിങ് പ്രൊഫഷൻ. അല്ലെ, കഴിവുള്ള ആളുകൾ എന്തിനു വരട്ടെ? ടീച്ചിങ്ങിലേക്ക് വരട്ടെ. അതുകൊണ്ട് തന്നെ അവരുടെ പേ ആൻഡ് സർവീസ് കണ്ടീഷൻ ടു ബി കമൻസുറേറ്റ് വിത്ത് ദ സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ്. സാലറി കൂട്ടണം, സർവീസ് കണ്ടീഷൻ ഉറപ്പുവരുത്തണം. അങ്ങനെ എന്ത് ചെയ്യണം? സ്കിൽഡ് ആയ ആളുകൾ ടീച്ചിങ്ങിലേക്ക് വരണം. അതുപോലെ തന്നെ ഈ യൂണിഫോം ഇമോലുമെന്റ്സ്, സർവീസ് കണ്ടീഷൻസ്, ഗ്രീവൻസ് റിമൂവൽ, അങ്ങനെയുള്ള പരാതി പരിഹരണം, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഒഴിവാക്കണം. ദെൻ നോംസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ആർ ടു ബി ലെഡ് ഡൗൺ വിത്ത് ഇൻസെന്റീവ് ഫോർ ഗുഡ് പെർഫോമൻസ്. അല്ലെ, നല്ല റെസ്പോൺസിബിൾ ആയ ഡെഡിക്കേറ്റഡ് ആയ ടീച്ചേഴ്സിന് അവരുടെ പെർഫോമൻസ് അനുസരിച്ച് സാലറി ഇൻക്രിമെന്റ് ഒക്കെ കൊടുക്കണം. പിന്നെ ഇങ്ങനെ കുറച്ച് മിസ്ലേനിയസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്താ പറയാ, അല്ലറ ചില്ലറ അല്ലെ, മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യണം, വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കണം, 3 ലാംഗ്വേജ് ഫോർമുല, അതൊക്കെ പറഞ്ഞതാ. വർക്ക് എക്സ്പീരിയൻസ് പിന്നെ ഓർഗനൈസ് ചെയ്യണം, സയൻസിന് പിന്നെ മാൻഡേറ്ററി ആക്കണം, നാഷണൽ വൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ്, അതിനൊക്കെ ഒരു സിലബസും ബാക്കി കാര്യങ്ങളും വരണം. എക്സാമിനേഷൻ സിസ്റ്റം റീഫോം ചെയ്യണം, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ്ലേനിയസിൽ പറഞ്ഞിട്ടുള്ളത്. 1986 NPE അത് കഴിഞ്ഞു കേട്ടോ അവിടെ. അപ്പൊ ഇതിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്ന എല്ലാത്തിലും പറയുന്നുണ്ടാവും കേട്ടോ. ഇനി ഇവിടെ റെക്കമെൻഡേഷൻസ് ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലെ റെക്കമെൻഡേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഓഫ് എനാക്ടിങ് RTE ആക്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. കാരണം ഇവിടെ ആർട്ടിക്കിൾ 21A എന്ത് ചെയ്യാണ്? ഇന്ത്യൻ പാർലമെന്റ് 2009 പാസ്സാക്കാണ്. സോ അതിലെന്ത് വന്നു? റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പുതിയ
സംഭവം വന്ന് അവിടെ കുറച്ച് നിർദ്ദേശങ്ങളും ചർച്ചകളും നടക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് RTE 2009 വരുന്നത്. ഓക്കെ, ഇത് 7 ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ഇത് ഞാൻ കുറച്ച് പിന്നെ ഇത് എടുത്തുകൊണ്ട് അതിന്റെ ഫീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ എടുത്തതല്ല, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള വേറെ നമ്മൾ ഇതൊക്കെയാണ് എടുത്തതാണ് കേട്ടോ ഈ ഒരു പോയിന്റുകൾ. ഇതിലൊന്ന് ഇംപ്രൂവ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ സ്കൂൾസ് ആണ്. നമുക്കറിയാം സ്കൂളിന് വേണ്ട ബിൽഡിങ്, അതുപോലെ തന്നെ ക്ലാസ് റൂം, സാനിറ്റേഷൻ, അങ്ങനത്തെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇമ്പ്രൂവ് ആകണം. 2, ടീച്ചർ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കൂട്ടണം, അല്ലെങ്കിൽ കൃത്യമായ ടീച്ചർ ട്രെയിനിങ് കൊടുക്കണം. പ്രൊഫഷണൽ ഡെവലപ്മെന്റിനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഓർഗനൈസ് ചെയ്യണം. കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റിനുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിന് കിട്ടണം. 3, ഫോക്കസ് ഓൺ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേണ്ട ഫോക്കസ് ചെയ്യണം. അതിന് സ്റ്റുഡൻറ് സെന്റേഡ് അപ്രോച്ചുകൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ക്രിട്ടിക്കൽ തിങ്കിങ് പോലെയുള്ള സ്റ്റുഡൻസിന് വേണ്ട എബിലിറ്റീസ് കൃത്യമായി നോട്ടീസ് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം. 4, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. അതൊക്കെ പഠിച്ചതാണ്. എല്ലാ കുട്ടികളെയും അല്ലെ, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ അല്ലെങ്കിൽ ചലഞ്ചസ്, എല്ലാ കുട്ടികളും ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കണം. 5, മോണിറ്ററിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. അഥവാ ടീച്ചേഴ്സിന് എന്ത് ചെയ്യണം, ടീച്ചിങ് പ്രൊഫഷനെയും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ക്വാളിറ്റി അതെന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അവരുടെ റെസ്പോൺസിബിലിറ്റി സ്ട്രെങ്തൻ ചെയ്യണം. അതേപോലെ തന്നെ ഇൻസെന്റീവ്സ് ഫോർ പ്രൈവറ്റ് സ്കൂൾസ് ടു കംപ്ലൈ. എന്താ കംപ്ലൈ എന്ന് പറഞ്ഞാല് വാട്ട് ഇറ്റ് മീൻസ്, യു നോ? To follow a rule, request, instruction. അപ്പം പ്രൈവറ്റ് സ്കൂളുകൾ എന്ത് ചെയ്യണം, നമ്മൾ RTE ആക്ട് ഫോളോ ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടി അവർക്ക് ഇൻസെന്റീവ്സും സപ്പോർട്ട് കൊടുക്കുക. അതാണ് മറ്റൊരു പോയിന്റ്. 7, അവയർനെസ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആണ്. അഥവാ എല്ലാ കമ്മ്യൂണിറ്റികളെയും അവർക്ക് ഇമ്പോർട്ടൻസിന്റെ ഒരു എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അവയർനെസ് കൊടുക്കാം. റൂറൽ ഏരിയ, റിമോട്ട് ഏരിയ, അതുപോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് പാരന്റ്സിന്റെ മക്കള്, അവരൊക്കെ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ ഫോക്കസ് ഓൺ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, അഥവാ പ്രീ പ്രൈമറി അല്ലെങ്കിൽ അംഗൻവാടി തുടങ്ങിയ അവിടെ മുതലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതിലേക്ക് ഫോക്കസ് ചെയ്യണം, അതിലേക്ക് എന്ത് ചെയ്യണം, ഇൻസ്പയർ ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. 9, അസസ് ലേണിംഗ് ഔട്ട്കംസ്. കൃത്യമായി ലേണിംഗ് ഔട്ട്കംസ് കുട്ടികൾക്ക് കിട്ടിയോ എന്നുള്ളത് അസസ്മെന്റിന് വിധേയമാക്കണം. അതിനാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത്. അതിനാണ് എന്താ പറയാ, പ്രാക്ടിക്കൽ ബോർഡ് എക്സാമിനേഷൻസ് ഒക്കെ നടത്തുന്നത്. 10, റെഡ്യൂസ് ഡ്രോപ്പ് ഔട്ട് റേറ്റ്. കുട്ടികൾ നഷ്ടപ്പെടരുത്, അഥവാ ഇടക്ക് കൊഴിഞ്ഞു പോകരുത്, നിർത്തിപ്പോകരുത്. ഡ്രോപ്പ് ഔട്ട് ഒഴിവാക്കാൻ വേണ്ടി മിഡ് ഡേ മീൽസ്, കൗൺസിലിംഗ്, ഇൻസെന്റീവ്സ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊടുക്കുക. ഏർലി മാരേജ് തടയുക, ചൈൽഡ് ലേബർ ഒഴിവാക്കുക, ഫിനാൻഷ്യൽ ചാർജസിനുള്ള കുട്ടികൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യണം, ഡ്രോപ്പ് ഔട്ടുകളെ നമുക്ക് എന്ത് ചെയ്യണം, പിടിച്ചിരുത്തണം. എൻഹാൻസ് ഗവൺമെന്റ് ഫണ്ടിങ് ആൻഡ് സപ്പോർട്ട്. അല്ലെ, ഗവൺമെന്റ് നിർബന്ധമായിട്ടും എന്ത് കൊടുക്കണം, ഈ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ വേണ്ട കുട്ടികൾക്കൊക്കെ ഫണ്ടിങ് കൊടുക്കണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കണം. 12, ബ്രിഡ്ജ് ദ ഡിജിറ്റൽ ഡിവൈഡ്. അഥവാ ഡിജിറ്റലി എല്ലാ സ്കൂളുകളെയും നമ്മൾ കണക്ട് ചെയ്യണം. ICT അഥവാ സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. ഡിജിറ്റൽ ഡിവൈഡ്, ആ വാക്കുകൾ കേട്ടോ? സോഷ്യോളജി എടുത്ത ആളുകളുണ്ടോ? ഡിജിറ്റൽ ഡിവൈഡ് കേട്ടോ? കൊമേഴ്സിലാണ്. എന്താ പറഞ്ഞാല്? The difference between those who access to internet and those who do not access to internet അല്ലേ? യെസ്, ഇന്റർനെറ്റ് ആക്സസ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അല്ലെ. സോ അവരൊരു ബ്രിഡ്ജ് ഉണ്ടാക്കണം. കാരണം ഒരു സ്കൂളിൽ ഇന്റർനെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ICT ഓറിയന്റഡ് ആണ്, സ്മാർട്ട് ഉണ്ട്, മറ്റൊരുത്തില്ല, ആ സംഭവം ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ അത്രയാണ് എന്തിലുള്ളത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഭാഗമായിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ്. ഇനി ഇത് ലാസ്റ്റ് ആണ് കേട്ടോ. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020 നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ഇൻ 21st century. 21ാം നൂറ്റാണ്ടിലെ ആദ്യ പോളിസി. റീപ്ലേസ് 34-year-old നാഷണൽ പോളിസി. 1986 പോളിസി റീപ്ലേസ് ചെയ്ത് വന്നതാണ് എന്ത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. നമ്മൾ 21 എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. സോ നരേന്ദ്രമോദി ക്യാബിനറ്റ് ആണ് ഇത് അപ്രൂവ് ആകുന്നത് 29th July 2019. ഓക്കെ, 2026 മുതലാണ് എന്താകുക, കം ഇൻ ഫോഴ്സ്, അല്ലെങ്കിൽ അത്
ഫോഴ്സ് ആവുക, അതല്ലെങ്കിൽ അത് നിയമമായി വരിക എന്നുള്ളതാണ്. Then the Committee for Draft National Education Policy was constituted in June 2017. 2017 അവർ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഡോക്ടർ കെ കസ്തൂരി രംഗൻ അല്ലെ, കസ്തൂരി രംഗനാണ് അതിന്റെ ഒരു ചെയർമാൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞ കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. സ്കൂൾ എഡ്യൂക്കേഷൻ എങ്ങനെയാണോ? എൻഷൂറിംഗ് യൂണിവേഴ്സൽ ആക്സസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് സ്കൂളിംഗ് ഫ്രം പ്രീ പ്രൈമറി ടു ഗ്രേഡ് 12. പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെ എല്ലായിടത്തും എന്തുവാണെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ആക്സസ് ഉണ്ടാവണം എന്നുള്ളതാണ്. സോ 100% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ സ്കൂളുകൾ ഉണ്ടാവണം ബൈ 2030. 2030 ആകുമ്പോഴേക്ക് എല്ലാവരും എന്ത് ചെയ്യണം, സ്കൂളിലേക്ക് വരണം. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് എഫക്റ്റീവ് ആൻഡ് സഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ എയ്ഡ്സ്. ഇൻഫ്രാസ്ട്രക്ചറും കൂട്ടണം, ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കണം, ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് ഉണ്ടാക്കണം. ഓക്കെ, ദെൻ അതാണ് ഒന്നാമത്തെ എൻഷൂറിംഗ് യൂണിവേഴ്സൽ ആക്സസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് സ്കൂളിംഗ് പറയുന്നത്. 2, എൻഷൂറിംഗ് ക്വാളിറ്റി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ക്വാളിറ്റി ഉള്ള ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ കൊടുക്കണം. അതിൽ NEP 2020 emphasizes that quality early childhood care and education for all children between 3 to 6 years by the year 2025. 2025 ആകുമ്പോഴേക്ക് 3 to 6 വയസ്സുള്ള കുട്ടികൾക്ക് ഒക്കെ എന്ത് കിട്ടണം എന്ന് പറഞ്ഞേ, ക്വാളിറ്റി എന്ത് കിട്ടണം, ക്വാളിറ്റി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ കിട്ടണം അല്ലെ. പിന്നെ നാഷണൽ കരിക്കുലർ ആൻഡ് പെഡഗോജിക്കൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കെയർ ഫോർ ചിൽഡ്രൻ. അപ്പോൾ NCPFE-CCE അതാണ് നാഷണൽ കരിക്കുലർ പെഡഗോജിക്കൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ. അതേപോലെ തന്നെ NCERT അല്ലെ, നാഷണൽ കരിക്കുലം എന്തേലും നാഷണൽ കൗൺസിൽ അല്ലേ, NCERT മറന്നുപോയല്ലേ ഫുൾ ഫോം ഒക്കെ. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ സെറ്റപ്പ് ആക്കണം എന്നാണ് റെക്കമെൻഡേഷൻ. ന്യൂ കരിക്കുലർ ആൻഡ് പെഡഗോജിക്കൽ സ്ട്രക്ചർ. അപ്പൊ അതിലിവിടെ കൊടുത്ത സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പുതിയ സ്ട്രക്ചർ പ്രകാരം 5+3+3+4 ഡിസൈനിങ് കറസ്പോണ്ടിങ് ടു ദ ഏജ് ഓഫ് 3 to 8. ആ ഒരു ഓരോ വയസ്സിലും അല്ലെ, ആദ്യത്തെ 3 to 8 വയസ്സുള്ളിൽ ആദ്യത്തെ 5 വർഷം, 8 to 11, 11 to 14 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വയസ്സിലും കുട്ടി ഏതൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ്സസ് പോകണം എന്നൊക്കെയുള്ള ഒരു ഡിസൈൻ 2020 പ്രകാരം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ 4 തരം കോഴ്സിനായിട്ട് പറയുന്നുണ്ട്. 1 ഫൗണ്ടേഷണൽ സ്റ്റേജ്, 2 പ്രിപ്പറേറ്ററി സ്റ്റേജ്, 3 മിഡിൽ സ്റ്റേജ്, 4 സെക്കൻഡറി സ്റ്റേജ്. ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 3 ഇയേഴ്സ് ഓഫ് അംഗനവാടി അഥവാ 3 വയസ്സിലുള്ള ആ ഒരു പ്രീ സ്കൂൾ. ഓക്കെ, 2 ഇയേഴ്സ് ഓഫ് പ്രൈമറി സ്കൂൾ അഥവാ ആദ്യത്തെ ആ ഒരു അംഗനവാടി പ്രീ പ്രൈമറി ഒക്കെ പാടെ കൂടി 3 വർഷം. ദാറ്റ് മീൻസ് 3, 4, 5 3.5 വയസ്സല്ലേ ചേർക്കിപ്പോ? 3 വയസ്സിലോ? ബാലവാടി ചേർക്കുന്ന 3 വയസ്സല്ലേ? 3 3.5 വയസ്സല്ലേ? 3-ാം വയസ്സിൽ അംഗൻവാടിയിൽ ചേർക്കണം. ഓക്കെ. പിന്നെ 2 വർഷം അഥവാ ഗ്രേഡ് 1 and 2. അപ്പൊ ഇനിയില്ലേ 1ാം ക്ലാസ് 2ാം ക്ലാസ് എങ്ങോട്ട് വരുന്ന അറിയോ, ഈ ഒരു പ്രീ പ്രൈമറി എന്നുള്ളതിലേക്കൊക്കെ വരും. 4 തരം BEd ഒക്കെയാണ് വരാൻ പോണത് ഇത് പ്രകാരം. ദെൻ പ്രിപ്പറേറ്ററി സ്റ്റേജ് ഗ്രേഡ് 3, 4 and 5 ആണ്. 3, 4, 5 ആണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആ കുട്ടി 2ാം ക്ലാസ് വരെയുള്ള സമയമൊക്കെ ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. അവിടെ മദർ ടങ് ആയിരിക്കും ഉണ്ടാവുക. അതിനു വേണ്ടി പ്രത്യേക ഒരു BEd. ഈ DEd ഉള്ള കുട്ടികൾക്ക് ഒരു പക്ഷേ ഇതിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട്. ദെൻ 4 years വന്നല്ലോ സർ ഡിഗ്രി ഒക്കെ. വന്നു. ഈ ഇതിന്റെ അടിസ്ഥാനമായിട്ട് വന്നു തന്നെയാണ് അതേ. പിന്നീട് മിഡിൽ സ്റ്റേജ് ആണ്, അഥവാ 6 to 8. അപ്പം 2ാം ക്ലാസ് വരെയുള്ളത് ഒരു ഭാഗത്ത് 5 വർഷം അല്ലെ, ആദ്യത്തെ 3 വർഷം പ്ലസ് 2 വർഷം, പിന്നെ 3 വർഷം അഥവാ 3, 4, 5, പിന്നെ എത്ര വർഷം? വീണ്ടും 3 വർഷം, 6, 7, 8.
അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി സ്റ്റേജിലാണ് 9 and 10 in the first phase and 11 and 12 in the second phase. അപ്പോൾ 9, 10, 11, 12 ഇങ്ങനെ 4 വർഷം. ആ ഒരു ഇതാ പറയുന്നത് 4 ഡിഗ്രി അല്ലേ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് എന്ത് ചെയ്യണത്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ഹയർ എഡ്യൂക്കേഷനിൽ വേറെ, ഇതൊരു +2 വരെയുള്ള കാലഘട്ടമാണ് അവിടെ പറഞ്ഞത്. പിന്നെ റിമൂവിങ് ദ ബിഗ് ഗ്യാപ്പ് ബിറ്റ്വീൻ ആർട്സ് ആൻഡ് സയൻസ്. ആർട്സും സയൻസുമുള്ള കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ വൊക്കേഷണൽ ആൻഡ് അക്കാഡമിക് സ്ട്രീം, ഇതൊക്കെ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഒഴിവാക്കണം എന്നാണ് പറയണേ അല്ലേ. നമുക്കറിയാലോ പ്രൊഫഷണൽ കോഴ്സും ആർട്സ് കോളേജിലെ കോഴ്സുകളും സാധാരണ ഡിഗ്രി തമ്മിലൊക്കെ ഇപ്പൊ മിക്സ് ആക്കാൻ പോലെ. ഇനി എന്താ ഇതിന്റെ ഒരു വലിയ നെഗറ്റീവ് എന്തായിരിക്കും? നമ്മുടെ ട്രെയിനിങ് കോഴ്സിനെ അഥവാ പ്രൊഫഷണൽ കോഴ്സസിനെ ആർട്സ് കോളേജിലേക്ക് കൊണ്ടുപോയാലുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും അറിയോ? രണ്ടും 2 കൾച്ചറാണ്. ബി.എഡ് കുട്ടികളുടെ കൾച്ചർ വേറെ ആയിരിക്കും, ആർട്സ് കോളേജ് കുട്ടികളുടെ കൾച്ചർ ഡിഫറെന്റ് ആയിരിക്കും. അത് തമ്മിൽ മിക്സ് ആയി പോകും. നമുക്ക് നമ്മുടെ ഒരു ടീച്ചിങ് കോഴ്സിന്റെ സീരിയസ്നെസ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ അറ്റൈനിങ് ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി, അഥവാ ഒരു ഫൗണ്ടേഷണൽ കോഴ്സിലൂടെയൊക്കെ എന്ത് ചെയ്യും, ഒരു ഫൗണ്ടേഷൻ ലിറ്ററസി നമ്മൾ എന്ത് ചെയ്യും, ലാംഗ്വേജിലൊക്കെ ഉള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുന്നൊക്കെയാണ് അവരുടെ ഒരു, അഥവാ ലാംഗ്വേജ്, മാത്സ് ഒക്കെ ഉള്ള മാത്തമാറ്റിക്കൽ നോളജ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ. പിന്നെ എംഫസിസ് ഓൺ പ്രൊമോട്ടിംഗ് മൾട്ടിലിംഗ്വലിസം ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജസ്. മൾട്ടിലിംഗ്വലിസം കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടും, ഇന്ത്യൻ ലാംഗ്വേജസ് കൂടുതൽ എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യപ്പെടും. ഹിന്ദി, സംസ്കൃത് തുടങ്ങിയ ലാംഗ്വേജുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, നമ്മുടെ മാതൃഭാഷകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടും. കൂടെ വെസ്റ്റേൺ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീൻസ് ഇംഗ്ലീഷ്, ഹിന്ദി, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസ് അത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടും. റിഫോംസ് ഇൻ അസസിങ് സ്റ്റുഡൻസ് അച്ചീവ്മെന്റ്സ്. അസസ്മെന്റിൽ അഥവാ ബോർഡ് എക്സാമിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറയണേ, പരീക്ഷകളിലൊക്കെ. അതേപോലെ തന്നെ സെറ്റപ്പ് ഓഫ് ന്യൂ നാഷണൽ അസസ്മെന്റ് സെന്റർ പ്രകാശ് എന്ന് പറഞ്ഞ പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ്. ഈ അസസ്മെന്റിന് വേണ്ടി പ്രത്യേക സെന്റർ, പ്രത്യേക ഒരു വിഭാഗം തന്നെ വേണം എന്നുള്ളതാണ് മറ്റൊന്ന്. അവരെന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ്, ഗൈഡ് ലൈൻസ്, സ്റ്റാൻഡേർഡ്സും നോംസും ഒക്കെ അവര് ഡിസൈൻ ചെയ്യണം. 9 എംഫസൈസ് ഓൺ ഇക്വിറ്റബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അഥവാ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കണം. സെപ്പറേറ്റ് ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് വിൽ ബി ക്രിയേറ്റഡ് അല്ലെ. ജെൻഡർ ഇൻക്ലൂഷൻ അഥവാ ജെൻഡർ ഇൻഈക്വാലിറ്റി അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കണം. അഥവാ എല്ലാവരും ഒരേപോലെയാണെന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ ഫോർ ഡിസഡ്വാൻറ്റേജ് റീജിയൻ ആൻഡ് ഗ്രൂപ്പ്. അതുപോലെ ഡിസഡ്വാൻറ്റേജഡ് ആയ റീജിയൻസിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ പരിഗണന കിട്ടുന്ന പറയണേ. ടീച്ചർ റിക്രൂട്ട്മെന്റ് ആൻഡ് കരിയർ പാത്ത്. ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് ടീച്ചർ റിക്രൂട്ട്മെന്റ് ട്രാൻസ്പെറന്റ് ആക്കുന്ന പറയണത്. പ്രൊമോഷൻസ് മെറിറ്റ് ബേസ്ഡ് ആക്കും, ക്വാളിറ്റി ഉള്ളവർക്ക് കൂടുതൽ പ്രൊമോഷൻ എന്നുള്ളതിലേക്ക് കൊണ്ടുപോകും. ഇന്ന് നമ്മളിപ്പോ പ്രൊമോഷനൊക്കെ കാര്യമായിട്ട് എങ്ങനെയാണ്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ അതിനനുസരിച്ച് പ്രൊമോഷൻ എന്നുള്ളതാണ്. അത് മെറിറ്റ് ബേസ്ഡ് ആക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2030 കൂടിയിട്ട് ഇതിന്റെയൊക്കെ റിവ്യൂ ഉണ്ടാവുന്ന പറഞ്ഞത്. മൊത്തം നമ്മുടെ ടീച്ചിങ് സ്റ്റാൻഡേർഡും കുട്ടികളുടെ സ്റ്റാൻഡേർഡും ഒക്കെ ഒരു റിവ്യൂ നടത്തുന്നതാണ് പറയുന്നത്. പിന്നെ സ്കൂൾസ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ടു സ്കൂൾ കോംപ്ലക്സസ് ഓർ ക്ലസ്റ്റേഴ്സ്. ഓരോ സ്കൂളുകളും ഒരു ക്ലസ്റ്ററുകളാക്കി മാറ്റാം, അഥവാ കുറെ സ്കൂളുകളുടെ ഒരു കൂട്ടമാക്കി മാറ്റാം. ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആകുന്ന ഒരു ക്ലസ്റ്റർ ആക്കി മാറ്റാം. അതേപോലെ തന്നെ SCRT അതിന്റെ എന്ത് ചെയ്യണം, ക്വാളിറ്റി ഉറപ്പുവരുത്തണം. സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി വിൽ സെറ്റപ്പ്. ഓൾറെഡി SCRT നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്ക് SQAAF ത്രൂ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് അസസിംഗ് ദ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സ്കൂൾസ് ഓൺ ദാറ്റ് ബേസിസ്. അപ്പോൾ ഗവൺമെന്റ് സ്കൂളും പ്രൈവറ്റ് സ്കൂളും ഒക്കെ ബന്ധപ്പെട്ട് അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്ക് കൊണ്ടുവരുന്ന പറയുന്നത്. കൃത്യമായിട്ട് ലേണിംഗ് അസസ് ചെയ്യപ്പെടും, ടീച്ചിങ്ങും അസസ് ചെയ്യപ്പെടും എന്നൊക്കെയാണ് ഈ പ്ലാനിങ് പ്രകാരം.
Then provision for vocational education in school and higher education. ഏത് സമയത്തും കുട്ടികൾക്ക് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും, ജോലി പഠിക്കാൻ പറ്റുന്നതാണ്. ദെൻ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഹയർ എഡ്യൂക്കേഷനിൽ ഇൻക്രീസ് ദ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ടു റീച്ച് അറ്റ്ലീസ്റ്റ് 50 ബൈ ദ ഇയർ 2025. 50% ആളുകളും ഹയർ എഡ്യൂക്കേഷന് പോകും, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഹയർ എഡ്യൂക്കേഷന് പോകും. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ കൊണ്ടുവരും. ദാറ്റ് മീൻസ് വ്യത്യസ്തമായ കുറേ കോഴ്സുകളും അത്തരത്തിലുള്ള ഓപ്ഷൻസ് കൊണ്ടുവരും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ടു അണ്ടർടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കണ്ടക്ടിങ് കോമൺ എൻട്രൻസ് എക്സാം. എല്ലാ കോഴ്സിലേക്കും എൻട്രൻസ് എക്സാം ഉണ്ടാവും. വെറുതെ ആർക്കും എവിടെ അഡ്മിഷൻ കൊടുക്കൂല. ടാലന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രം ആ കോഴ്സ് ചെയ്താൽ മതി എന്നുള്ളടത്ത് എത്തിക്കും. അതുപോലെ തന്നെ ഡിഗ്രി എന്ത് ചെയ്യും, 3 or 4 year ഡ്യൂറേഷൻ, മൾട്ടിപ്പിൾ എക്സിസ്റ്റ് ഓപ്ഷൻസ്. അവർക്ക് 4 വർഷം ഡിഗ്രി ഉണ്ടാകും, ഏത് സമയത്തും എക്സിറ്റ് ചെയ്യാം. 3 വർഷം കഴിഞ്ഞാൽ അവർക്ക് എക്സിറ്റ് ചെയ്ത് പോകാം, അല്ലെ? ആൻഡ് അതിൽ ഓരോന്ന് പറയുന്നുണ്ട്. വിത്ത് അപ്രോപ്രിയേറ്റ് സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 year ഓഫ് സ്റ്റഡി. 1 വർഷം പഠിച്ചാൽ അതിന് സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം പഠിച്ചാൽ അതിന് ഡിപ്ലോമ കിട്ടും. 3 വർഷം പഠിച്ചാൽ ഡിഗ്രി കിട്ടും. 4 വർഷം പഠിച്ചാൽ എന്നിട്ടും അതിന് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ്. അപ്പം എപ്പോ വേണമെങ്കിലും ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാം, ഫിറ്റ് ചെയ്യാം. കേൾക്കുന്നുണ്ടോ? യെസ് സർ. നമുക്ക് ഡബിൾ മെയിൻ ഒക്കെ എടുക്കാം അല്ലെ ഡിഗ്രി? അങ്ങനെ പറ്റും. നന്നായിട്ട് പഠിക്കുന്ന ആൾക്ക്, ആപ്റ്റിറ്റ്യൂഡ് ആളുകൾക്ക് അവസരങ്ങൾ ഉണ്ടാവും, എക്സ്പെൻസ് കൂടും. പിന്നെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, ABC അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല തോന്നുന്നു. ഞങ്ങൾക്കൊക്കെ ഇഗ്നോക്കൊക്കെ ഇപ്പൊ നിർബന്ധമാക്കിയാണ് ABC അക്കൗണ്ട്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കോഴ്സും എല്ലാതും അതിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. അങ്ങനെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഒരു ഇതിന് പഠിച്ചാൽ പറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ആക്ച്വലി. അത് കൊണ്ടുവരും. അപ്പൊ നമ്മൾ വന്നിട്ടുണ്ട്, ഫൈനൽ ആയിട്ടില്ല ABC. പിന്നെ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, അഥവാ റിസർച്ചിന് വേണ്ട ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് നടക്കാൻ വേണ്ട ഫെസിലിറ്റീസ് കൊണ്ടുവരണം. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ HECI വിൽ ബി സെറ്റപ്പ്. എന്തിനാണ്? പ്രൊമോട്ടിങ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക കമ്മിറ്റിയെ കൊണ്ടുവരും. ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ഫോർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ, നാക്ക് അക്രഡിറ്റേഷൻ ഒക്കെ ഇപ്പൊ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിന് പിന്നാലാണ്. നാക്കിന്റെ ഒരു അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പിന്നാലാണ് എല്ലാ കോളേജുകളുള്ളത്. അതേപോലെ എക്സ്പാൻഷൻ ഓഫ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്, അതും ഇന്നുണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ കേരളത്തിൽ വന്നു. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ക്ലോസ് ചെയ്ത് ഇപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി വരികയാണ്. ഇന്റർനാഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള എഡ്യൂക്കേഷനെ ഇന്റർനാഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ലക്ഷ്യം. Then professional education ആണ്. Professional education will be an integral part of higher education system. Professional education എന്താവും? ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമാവും. ഓക്കെ. Then technical universities, science universities, legal and agriculture universities, അങ്ങനെയുള്ള ഒക്കെ മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇനി വരാൻ പോണത്. അഥവാ ഒരു സ്ഥാപനത്തിൽ തന്നെ ഒരുപാട് കോഴ്സുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് ആയിരിക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോവുക. ടീച്ചർ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് 4 year ഇന്റഗ്രേറ്റഡ് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഇനി ഉണ്ടാവുക. 1ാമത്തെ വർഷം സർട്ടിഫിക്കറ്റ്, 2ാമത്തെ വർഷം ഡിപ്ലോമ, 3 വർഷമാണ് അതിന്റെ ഡിഗ്രി. പിന്നീടാണ് അതിന്റെ എന്തുണ്ടാവുക, ഇന്റഗ്രേറ്റഡ് ടീച്ചർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവുക. അതില് നമുക്ക് പല കോഴ്സുകൾ എന്ത് ചെയ്യാം, പല സബ്ജക്റ്റുകൾ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാകും. അതേപോലെ ക്രിയേഷൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം to provide a platform for the free exchange of ideas on the use of technology to enhance learning. ലേണിങ്ങിന് നമുക്ക് എങ്ങനെയൊക്കെ ടെക്നോളജി ഉപയോഗിക്കാം, അതിൻ്റെ ഒരു ഫ്രീ പ്ലാറ്റ്ഫോം, ഫ്രീ അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതൊരു ഫ്രീ പ്ലാനിങ്, ഫ്രീ അഡ്മിനിസ്ട്രേഷൻ, ഫ്രീ ഐഡിയാസ്. അതാണ് ക്രിയേഷൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം എന്ന് പറയുന്നത്. അപ്പൊ ലേണേഴ്സിന്റെ, സ്റ്റുഡൻസിന്റെ ഓപ്പൺ ഫോറം ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഇനി കുറച്ച് ജനറൽ ആയുള്ള കാര്യങ്ങളുമാടെ പറയാണ്. യൂത്ത് 100% ലിറ്ററസി കൈവരിക്കണം. ഓക്കെ. അഥവാ എല്ലാവരും വിദ്യാഭ്യാസം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകണം. എപ്പോ വേണമെങ്കിലും ക്വിറ്റ് ചെയ്യാം, ബട്ട് തുടർന്ന് കൊണ്ടുപോകണം. കേൾക്കുന്നുണ്ടോ? ഓക്കെ. മൾട്ടിപ്പിൾ മെക്കാനിസംസ് വിത്ത് ചെക്ക് ആൻഡ് ബാലൻസ് ടു കോംബാറ്റ് ആൻഡ് സ്റ്റോപ്പ് ദ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ മൾട്ടിപ്പിൾ മെക്കാനിസം വിത്ത് ചെക്സ് ആൻഡ് ബാലൻസസ് to combat and stop the commercialization of higher education. ഈ വിദ്യാഭ്യാസം ഒരു കച്ചവടമാക്കാണ്, കൊമേഴ്സ്യലൈസേഷൻ വിധേയമാക്കപ്പെടും.
അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. All education institution will be held to similar standard of audit. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓഡിറ്റിന് വിധേയമാക്കപ്പെടും. ഡിസ്ക്ലോഷർ ആസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റി. അതൊരു വെറും ബിസിനസ് ആവരുത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല്. ആ ഒരു നിലവാരത്തിലേക്ക് പോകുന്നുള്ളതാണ്. പിന്നെ സെൻട്രൽ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? കേന്ദ്രവും സംസ്ഥാനങ്ങളും വർക്ക് ടുഗദർ, ഒരുമിച്ച് വർക്ക് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ സെക്ടർ ടു റീച്ച് 6% ഓഫ് GDP, നമ്മളെ ടോട്ടൽ ഇൻകം, അതിലേക്ക് 6% വിദ്യാഭ്യാസത്തിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്. അതുപോലെ തന്നെ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം? കൊണ്ടുവരണം, സ്ട്രെങ്തൻ ചെയ്യണം. അതേപോലെ തന്നെ focus on education and learning. In order to bring out the focus of education learning, it may be desirable to redesignate MHRD as the Ministry of Education. Ministry of Education എന്നുള്ള ഒരു അതിൽ എന്ത് ചെയ്യണം? കൂടുതൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫോക്കസ് കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത്തരത്തിലുള്ള കുറെ റെക്കമെൻഡേഷൻസ് ആണ് എന്തിലുള്ളത്? എഡ്യൂക്കേഷൻ പോളിസി 2020. അപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? ഇനി വരാനിരിക്കുന്ന കുറെ ലക്ഷ്യങ്ങളാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിനെ കുറിച്ചുണ്ടല്ലോ വളരെ ആധികാരികമായിട്ട് ഇപ്പോഴും കുറെ ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. കുറെ ക്വസ്റ്റ്യൻസിന് എന്തില്ല വെച്ചാല് ആൻസർ ഇല്ലാത്തതുകൊണ്ടല്ല, അതിനെ കുറിച്ച് കൂടുതൽ റിസർച്ചസ് നടക്കേണ്ടതുണ്ട്. സോ എനിവേ, ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ. സോ നമ്മുടെ ഒരു പ്രൊഫഷൻ എന്താവണം, അല്ലെങ്കിൽ പ്രൊഫഷനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ടീച്ചർമാർ ശ്രദ്ധിക്കേണ്ട കുറെ ഒരു പോയിന്റുകളാണ് ഈ ഒരു ഒറ്റ യൂണിറ്റ്. നമുക്ക് വേണമെങ്കിൽ ഒരു ടീച്ചർ ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ട കുറെ പോയിന്റുകൾ വേണമെങ്കിൽ ഈ ഒരു യൂണിറ്റിലുണ്ട്. കുറെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റുകളും ഈ ഒരു യൂണിറ്റിലുണ്ട്. സോ വളരെ നന്നായി തന്നെ യൂണിറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ ബി എ പ്രൊഫഷണൽ ടീച്ചർ, അതാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. ഒരുപാട് സമയമായിട്ടുണ്ട്. സോ എനിവേ, let me conclude today's class. Thank you.